നമസ്കാരം. മഹാഭാരതത്തിലെ രണ്ട് ഇതിഹാസങ്ങളിലൊന്ന് രാമായണം. രാമായണത്തിലെ ശ്രീരാമ ഭഗവാന്റെ പ്രിയ പത്നി സീതാദേവി, ഭൂമിപുത്രിയായ മൈഥിലിയെ ജനക മഹാരാജാവിന് ലഭിച്ചത് മിഥിലയിൽ നിന്ന്. മഹാഭാരതത്തിലെ പുരാതന മതങ്ങളിലൊന്ന് ജൈനമതത്തിൻ്റെ പരിഷ്കർത്താവ് മഹാവീരൻ. ആ മഹാവീരൻ ജനിച്ചത് വൈശാലി. മഹാഭാരതത്തിലെ ആധുനിക മതങ്ങളിൽ ഒന്ന് ബുദ്ധം. ഗൗതമ സിദ്ധാർത്ഥന് ജ്ഞാനോദയം ഉണ്ടായത് ഗയയിലെ ബോധിവൃക്ഷ ചുവട്ടിൽ നിന്നും. മഹാഭാരതത്തിലെ ആദ്യ സാമ്രാജ്യം മൗര്യ സാമ്രാജ്യം. മഹാഭാരതത്തിലെ പുരാതന ജനപദങ്ങളിൽ ഏറ്റവും പ്രധാനം മഗധ. വിഹാരം എന്ന സംസ്കൃത വാക്കിൻ്റെ അർത്ഥം വാസസ്ഥലം എന്നാണ്. വിഹാരത്തിൽ നിന്നും ഉത്ഭവിച്ച ബീഹാർ. അതെ, പൗരാണിക ഇന്ത്യയുടെ പാരമ്പര്യം പേറുന്നവരാണ് ഇന്നും ആ വാസസ്ഥലത്ത് ബീഹാറിൽ ഉള്ളത്. യാദവ കുലത്തിൻ്റെ താഴ്വേരുകൾ ആഴത്തിൽ പടർന്നു പന്തലിച്ച ഭൂപ്രദേശം സംസ്കാരത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും മാത്രമല്ല, പോരാട്ടത്തിൻ്റെ കൂടി ഭൂമികയായിരുന്നു. ഇതാ മറ്റൊരു പോരാട്ടം പൂർത്തിയായിരിക്കുന്നു. ഇനി അറിയേണ്ടത്, നിയമസഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ മഗധയുടെ ഗോദയിൽ ആര് വിജയക്കൊടി പാറിക്കും? എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നിയമസഭാ മണ്ഡലങ്ങൾ ഉള്ള ബീഹാർ. രണ്ട് ഘട്ടമായാണ് ബീഹാർ ജനവിധി എഴുതിയത്. ആദ്യഘട്ടത്തിൽ 121 സീറ്റുകളിൽ വോട്ടെടുപ്പ് നടന്നുവെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ 122 മണ്ഡലങ്ങൾ ആണ് പോളിംഗ് ബൂത്തിൽ എത്തിയത്. രണ്ട് ഘട്ടങ്ങളിലായി ഉഴുതുമറിച്ച തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായിരുന്നു ബീഹാർ വേദിയായി മാറിയത്. രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കലാശക്കൊട്ടിന് ദേശീയ നേതാക്കൾ ഒന്നടങ്കം ബീഹാറിൽ അണിനിരക്കുകയും ചെയ്തു. NDAയുടെ തെരഞ്ഞെടുപ്പ് റാലിക്ക് സമാപനം കുറിച്ചുകൊണ്ട് സീതാഗഡിൽ NDAയുടെ നേതാവ്, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയായിരുന്നു ആ കൊട്ടിക്കലാശത്തിന് നേതൃത്വം നൽകിയത്. NDAയുടെ നേതാവ് എന്ന നിലയിലും BJPയുടെ നേതാവ് എന്ന നിലയിലും ആ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: പ്രിയപ്പെട്ട ബീഹാറിലെ ജനങ്ങളെ, ഞാനിതാ അവസാനിപ്പിച്ച് മടങ്ങുകയാണ്. പക്ഷേ ഉടൻ ബീഹാറിലേക്ക് തിരികെ എത്തും. അത് ഞങ്ങളുടെ സർക്കാർ അധികാരത്തിലേറുമ്പോൾ ആ സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ ആയിരിക്കും. തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പ് ഫലം ബീഹാറിന് മാത്രമല്ല, കേന്ദ്ര സർക്കാരിനെയും നരേന്ദ്രമോദിയുടെ ഭാവിയെയും നിലനിൽപ്പിനെയും പോലും ബാധിക്കും എന്നതുകൊണ്ട് തന്നെയാണ് അങ്ങനെയൊരു വാചകം കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിപ്പിക്കാൻ മോദിക്ക് സാധിച്ചത്. മറുഭാഗത്താകട്ടെ RJDയെ സംബന്ധിച്ചിടത്തോളം ഇത് ജീവൻ മരണ പോരാട്ടമാണ്. ലാലു എന്ന പേര് ബീഹാർ എന്ന സംസ്ഥാനത്തിനോട് ഒപ്പം എഴുതി ചേർത്തിരുന്നുവെങ്കിൽ ലാലുവിൻ്റെ മകൻ നേതൃത്വം നൽകുന്ന മഹാസഖ്യത്തിന് ഇക്കുറി വിജയക്കൊടി പാറിക്കേണ്ടത് അനിവാര്യമാണ്. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ ഇനി ലാലു പ്രസാദ് യാദവിനോ ലാലു കുടുംബത്തിനോ പ്രസക്തിയില്ലാതാകുന്നു എന്ന് മാത്രവുമല്ല, പാർട്ടി പോലും വിഭജിച്ച് NDAയുടെയും കോൺഗ്രസിൻ്റെയും ഒക്കെ ഭാഗമായി അത് മാറിയേക്കാം എന്നതാണ്. അങ്ങനെയാണ് ബീഹാർ എന്ന ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ഭൂപടത്തിൽ അടയാളപ്പെടുത്താൻ പോകുന്നത്. ഇനിയുള്ള ഒരു മണിക്കൂർ ബീഹാറിൻ്റെ സാധ്യതകൾ എങ്ങനെ, ബീഹാറിൻ്റെ ചരിത്രം എന്ത് എന്നാണ് ഞങ്ങൾ വിശദമായി പരിശോധിക്കുന്നത്. പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്ന് മനു ഭരത്തും കിരൺ ബാബുവുമാണ് തത്സമയം ചേരുന്നത്. ആദ്യം മനുവിലേക്ക്. മനു, ഏറെ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പ്, അത് ബീഹാറിനെ സംബന്ധിച്ച് മാത്രമല്ല ദേശീയ രാഷ്ട്രീയത്തിൽ കൂടി വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് അറിയാൻ പോകുന്നത്. ഇനി ഏതാനും നിമിഷങ്ങൾ എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ബീഹാറിൻ്റെ മനസ്സ് എങ്ങോട്ട് എന്നുള്ളതാണ് മുന്നണികളുടെ പ്രതീക്ഷ. എക്സിറ്റ് പോൾ ഫലങ്ങളെ മഹാസഖ്യം തള്ളിക്കളയുകയും എക്സിറ്റ് പോൾ ഫലങ്ങളിൽ NDA പ്രതീക്ഷയർപ്പിക്കുകയും ചെയ്യുമ്പോൾ അതിനൊക്കെ അപ്പുറത്ത് രാഷ്ട്രീയ കേന്ദ്രങ്ങൾക്ക് അവരുടേതായ ഒരു കണക്കുകൂട്ടൽ ഉണ്ടാകുമല്ലോ. ആ കണക്കുകൂട്ടൽ എപ്രകാരമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അഭിലാഷ്, ഇപ്പോൾ പറ്റ്നയിൽ ഈ NDA സഖ്യം അധികാരത്തിൽ വരും എന്ന വലിയ ശുഭാപ്തി വിശ്വാസം അവിടെ മുന്നണികൾക്കുണ്ട്. മാത്രമല്ല, പറ്റ്നയിൽ ഇപ്പോഴൊരു പോസ്റ്റർ ഉയർന്നിട്ടുണ്ട്. ടൈഗർ സിന്ദാ ഹേ എന്ന തരത്തിൽ ഒരു പോസ്റ്റർ ഉയർത്തിയിട്ടുണ്ട്.
അത് നിതീഷ് കുമാറിൻ്റെ പടം വെച്ചാണ് ഉയർത്തിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയാകും എന്ന ഒരു വലിയ ആത്മവിശ്വാസത്തിൻ്റെ ഒരു പ്രകടനമായി അവിടെ കാണുകയാണ്. അത് പ്രധാനമായി രഞ്ജിത്ത് സിൻഹ എന്ന മന്ത്രിയാണ് ഇത്തരത്തിലൊരു പോസ്റ്റർ നിതീഷിന് അനുകൂലമായി അവിടെ വെച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മഹാഗഡ്ബന്ധൻ ചില പ്രസ്താവനകൾ, മഹാഗഡ്ബന്ധൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ചില പ്രസ്താവനകൾ അവരിൽ ഒരു വിശ്വാസക്കുറവുണ്ടോ എന്ന സംശയം ജനിപ്പിക്കുന്നു. കാരണം ഇതിൽ പല ആളുകളും പ്രത്യേകിച്ച് തേജസ്വിയൊക്കെ പറയുന്നത് ഇത് തെരഞ്ഞെടുപ്പ് ഞങ്ങൾ വിജയിക്കും, പക്ഷേ വിജയിച്ചില്ലെങ്കിൽ അത് വോട്ട് മോഷണം നടത്തിയതിന്റെ ഭാഗമായിരിക്കും ഞങ്ങൾ പരാജയപ്പെടുക. പക്ഷേ മനു, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം പുറത്തു വരുമ്പോൾ അത് NDAക്ക് അനുകൂലമായിരുന്നു എന്നത് നമുക്കറിയാം. അവിടെ തേജസ്വി യാദവ് പ്രധാനമായും പറഞ്ഞത് ഇത്തരം സർവേകളെ ഒന്നും വിശ്വസിക്കേണ്ടതില്ല, ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് മാറ്റത്തിന് വേണ്ടിയാണ്, ആ മാറ്റത്തിന്റെ ശങ്കുലിയാണ് ഈ വലിയ തോതിലുള്ള പോളിംഗ് ശതമാനത്തിലൂടെ പ്രകടമാകുന്നത് എന്നതായിരുന്നല്ലോ. പക്ഷേ ഇന്നിപ്പോൾ RJD നേതാവ് സുനിൽ സിംഗ് പറയുന്നത് ഞങ്ങളുടെ പല സ്ഥാനാർത്ഥികളെയും 2020 ബലം പ്രയോഗിച്ച് തോൽപ്പിച്ചു, സമാനമായ രീതിയിൽ തോൽപ്പിക്കൽ ഉണ്ടായാൽ ഇവിടെ ഒരു ജൻസി കലാപം നേപ്പാളിൽ, ബംഗ്ലാദേശിൽ, ശ്രീലങ്കയിലൊക്കെ ഉണ്ടായതിന് സമാനമായ ഒരു കലാപം ഉണ്ടാകും എന്ന് മുന്നറിയിപ്പ് നൽകുകയാണ്. ഇതിനെതിരെ പരാതി നൽകിയിട്ടുണ്ട്, സ്വാഭാവികമായും കേസെടുക്കും എന്ന് അവിടുത്തെ DGP വിനയ് കുമാർ വ്യക്തമാക്കുകയും ചെയ്യുകയാണ്. മാത്രമല്ല ചിരാഗ് പാസ്വാൻ മകൻ ഈ വിഷയത്തിൽ വളരെ ഗൗരവമായ ഒരു പ്രതികരണം നടത്തുകയാണ്. അവർ വ്യക്തമാക്കുന്നത് പ്രധാനമായും ഇത് ഒരു തോൽവി ഭയത്തിൽ നിന്ന് ഉയരുന്ന ഒരു ആശങ്കയാണ്. അത് ജയിച്ചാൽ തങ്ങൾക്ക് അനുകൂലം, തോറ്റാൽ അത് തെരഞ്ഞെടുപ്പ് തന്ത്രത്തിൻ്റെ പരാജയം എന്ന തരത്തിൽ. ഏതായാലും മഹാഗഡ്ബന്ധൻ ഇപ്പോൾ ഒരു യോഗം ചേർന്നിട്ടുണ്ട്. തേജസ്വി ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് തൊട്ട് മുൻപ് അംഗങ്ങളെയെല്ലാം, പാർട്ടി എല്ലാ മുന്നണിയിലെയും നേതാക്കളെ വിളിച്ച് യോഗം ചേരുന്നു. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം എന്ത് നിലപാട് കൈക്കൊള്ളണം എന്നതിനെ സംബന്ധിച്ച് വിശദമായ ചർച്ച നടത്തി എന്ന വിവരങ്ങൾ കൂടിയാണ് അവിടെ നിന്ന് പുറത്തു വരുന്നത്. അതായത് MLC സുനിൽകുമാറിനെതിരെ ചിരാഗ് പാസ്വാൻ വളരെ ശക്തമായ രീതിയിൽ ഒരു പ്രതികരണം നടത്തിയിരിക്കുകയാണ്. ശരി, അതായത് NDA ക്യാമ്പുകൾ വലിയ ആത്മവിശ്വാസത്തോടു കൂടി നിൽക്കുമ്പോൾ ഇതാ മഹാഗഡ്ബന്ധൻ ഒരു സംശയം എന്ന നിലയിലാണ്. പക്ഷേ അപ്പോഴും കിരൺ ബാബു കഴിഞ്ഞ ദിവസം കിരൺ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് അങ്ങനെ പൂർണ്ണമായൊന്നും ഈ എക്സിറ്റ് പോളുകളെ വിശ്വസിക്കേണ്ടതില്ല എന്നതാണല്ലോ. ചില സാധ്യതകൾ അപ്പുറത്തുമുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? അതിപ്പോഴും തുടരുക തന്നെ ചെയ്യുന്നു എന്നല്ലേ കിരൺ വായിച്ചെടുക്കേണ്ടത്? അഭിലാഷ്, എക്സിറ്റ് പോളുകളെ സംബന്ധിച്ച് തന്നെ ഇന്ത്യയിൽ നടന്ന എക്സിറ്റ് പോളുകളുടെ ഏറ്റവും ആധികാരികത 18% തെറ്റ് വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ബീഹാറിനെ സംബന്ധിച്ച് ഇത് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ് എന്നുള്ളത് മുൻ കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇപ്പോഴത്തെ എക്സിറ്റ് പോൾ ശരിയാകുമോ തെറ്റാകുമോ എന്നൊക്കെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നമുക്ക് കൃത്യമായി അറിയാൻ കഴിയും. പക്ഷേ കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പ് 2020 തെരഞ്ഞെടുപ്പിൽ അവിടെ 125 സീറ്റുകൾ നേടിക്കൊണ്ട് NDA സഖ്യം അധികാരത്തിൽ വന്നു. 115 സീറ്റുകളാണ് മറിച്ച് അവിടെ മഹാഗഡ്ബന്ധൻ നേടിയത്. അന്ന് 125 സീറ്റുകൾ ഈ മഹാഗഡ്ബന്ധന്റെ ഒരു വിജയമൊക്കെ പലരും പ്രവചിച്ചിരുന്നതാണ്. മഹാഗഡ്ബന്ധനാണ് ഉറപ്പായി വിജയിക്കുന്നതെന്നാണ് ഭൂരിപക്ഷം എക്സിറ്റ് പോളുകളും പ്രവചിച്ചത്. പക്ഷേ ആ എക്സിറ്റ് പോളുകളെല്ലാം അപ്രസക്തമാക്കിക്കൊണ്ട് അവിടെ ആകെ ശരിയായത് ഏറ്റവും വലിയ പാർട്ടിയായി ലാലു പ്രസാദ് യാദവ് നയിക്കുന്ന, ഇപ്പോൾ തേജസ്വി യാദവ് നയിക്കുന്ന RJD മാറും എന്നുള്ളതാണ്. പക്ഷേ ബാക്കിയുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം തെറ്റി. ഇനി അതിന് തൊട്ടു മുമ്പിലത്തെ കണക്കൂടി എടുക്കാം. അത് 2010 കണക്കാണ്. 2010 ആലോചിക്കണം. 2010 മഹാഗഡ്ബന്ധന്റെ ഭാഗമായിട്ടാണ് നിതീഷ് കുമാർ മത്സരിച്ചത്. ജന്മവൈരികൾ എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന ബീഹാറിലെ കഴിഞ്ഞ 30-40 വർഷത്തിനിടയിൽ ബീഹാർ രാഷ്ട്രീയം ചുറ്റിത്തിരിഞ്ഞത് രണ്ടു നേതാക്കളെ ചുറ്റിപ്പറ്റിയാണ്. ഒന്ന് ലാലു പ്രസാദ് യാദവിനെയാണെങ്കിൽ മറ്റൊന്ന് നിതീഷ് കുമാറിനെയാണ്. ആദ്യ പകുതിയിൽ അത് ലാലു പ്രസാദ് യാദവിൻ്റെ അധികാരമായിരുന്നെങ്കിൽ 2005 ശേഷം അത് പൂർണ്ണമായും നിതീഷ് കുമാറിൻ്റെ അധികാരത്തിലേക്ക് വന്നു. ഈ രണ്ട് പ്രധാനപ്പെട്ട ശക്തികൾ അവിടുത്തെ കാസ്റ്റ് പൊളിറ്റിക്സ് നോക്കിയാലും ഏകദേശം 67% വരുന്ന പിന്നോക്ക വിഭാഗങ്ങളെയും എക്സ്ട്രീംലി ബാക്ക്വേർഡ് വരുന്ന വിഭാഗവും മുസ്ലിമും എല്ലാം ചേർന്ന് കഴിഞ്ഞാൽ ഒരു തരത്തിലും ആർക്കും പരാജയപ്പെടുത്താൻ കഴിയാത്ത ഒരു മുന്നണി ഒരു ഭാഗത്ത് മത്സരിക്കുന്നു, മറുഭാഗത്ത് BJP മുന്നണി മത്സരിക്കുന്നു. അപ്പോഴും ഒരു കേവല ഭൂരിപക്ഷത്തിൽ ഒരു ചെറിയ വിജയം മാത്രമാണ് അന്ന് ഈ മുന്നണിക്ക് എല്ലാ എക്സിറ്റ് പോളുകളും നൽകിയത്. ഭൂരിപക്ഷം എക്സിറ്റ് പോളുകൾ നൽകിയത് ഏതാനും ചില എക്സിറ്റ് പോളുകൾ മാത്രമാണ് മറിച്ച് ഒരു വിജയം നൽകിയത്. പക്ഷേ അന്ന് 243-ൽ 178 സീറ്റ് നേടിക്കൊണ്ടാണ് അന്ന് ഈ മഹാഗഡ്ബന്ധൻ അധികാരത്തിലേറിയത്. പിന്നീട് മഹാഗഡ്ബന്ധനിൽ നിന്ന് നിതീഷ് കുമാർ വിട്ടുപോവുകയും NDAയുടെ ഭാഗമാവുകയും ഒക്കെ ചെയ്തു എന്നത് മറ്റൊരു ചരിത്രം. കഴിഞ്ഞ തവണയും അങ്ങനെ മത്സരിച്ച മുന്നണിയുടെ ഭാഗമായിട്ടല്ല നിതീഷ് കുമാർ 3 തവണ മുന്നണി മാറുന്ന അവസ്ഥയും ഒക്കെ ഉണ്ടായി. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ ബീഹാറിനെ സംബന്ധിച്ച് ഈ എക്സിറ്റ് പോളുകൾ
തെറ്റിയ ചരിത്രമാണ് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും ഉള്ളത്. അതുകൊണ്ട് തന്നെ ബീഹാറിനെ സംബന്ധിച്ച് ഈ എക്സിറ്റ് പോളുകളുടെ വിശ്വാസ്യതയിൽ ആളുകൾക്ക് സ്വാഭാവികമായും സംശയമുണ്ട്. ഇപ്പോഴും അതായത് കിരൺ, ഇത്തവണ രേഖപ്പെടുത്തിയത് ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന പോളിംഗ് എന്നത് ആയിരുന്നല്ലോ. ആദ്യഘട്ടത്തിൽ തന്നെ അത് പ്രകടമായിരുന്നു. രണ്ടാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അത് 67% മുകളിലും ഉയരുന്നു. അതാണ് മഹാഗഡ്ബന്ധന് കൂടുതൽ വിശ്വാസം നൽകുന്നത്. അതായത് സ്ത്രീകളും യുവാക്കളും ഒക്കെ കൂടുതലായി പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ അവർ തങ്ങൾക്ക് അനുകൂലമായി ചിന്തിക്കുന്നു. ആ മാറ്റത്തിന് വേണ്ടിയുള്ള വോട്ടാണ് അവർ രേഖപ്പെടുത്തിയത് എന്നതാണല്ലോ ഗഡ്ബന്ധൻ പറയുന്നത്. രണ്ട് കൂട്ടരും ഒരുപോലെ തന്നെ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ബീഹാറിനെ സംബന്ധിച്ച് സമീപകാലത്ത് ഏറ്റവും ഉയർന്ന പോളിംഗ് റേറ്റാണ് ഇത്തവണ രേഖപ്പെടുത്തിയത്. പ്രത്യേകിച്ച് രണ്ടാം ഘട്ടത്തിൽ വളരെ ഉയർന്ന പോളിംഗ് റേറ്റാണ് രേഖപ്പെടുത്തിയത്. ഈ സ്ഫോടനത്തിന് തൊട്ടടുത്ത ദിവസമാണ് ഈ ഇലക്ഷൻ നടക്കുന്നത് എന്നതുകൂടി ആലോചിക്കണം. അങ്ങനെ വലിയൊരു പോളിംഗ് ശതമാനമുണ്ടായി. ഈ പോളിംഗ് ശതമാനത്തിലേക്ക് ഒരു കാലത്ത് ലാലു പ്രസാദ് യാദവിൻ്റെ ജാതി സമവാക്യത്തിന് അപ്പുറത്തേക്കുള്ള ശക്തി എന്ന് പറയുന്നത് അവിടുത്തെ പാവപ്പെട്ട ആളുകൾ, അതോടൊപ്പം തന്നെ സ്ത്രീകൾ എന്നുള്ളതായിരുന്നു. പിന്നീട് ഈ സ്ത്രീകളുടെ വിഷയത്തിൽ സ്ത്രീകളുടെ വലിയ പിന്തുണ നേടിയത് നിതീഷ് കുമാറാണ്. കഴിഞ്ഞ കുറേ കാലമായി ജാതിക്ക് അപ്പുറത്തേക്ക് സ്ത്രീകളുടെ ഒരു പൊതു പിന്തുണയുള്ള നേതാവായി മാറിയത് നിതീഷ് കുമാറാണ്. ഇത്തവണ ഈ 10,000 രൂപ വീതം അവർക്ക് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് നൽകുന്നത്. അത് ഈ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുണ്ടാവാം. തെരഞ്ഞെടുപ്പിലേക്ക് കൂടുതലായി സ്ത്രീകൾ വോട്ട് ചെയ്യാൻ എത്തുന്നു. ബീഹാറിനെ പോലെ സംസ്ഥാനത്തൊക്കെ നമുക്കറിയാം മറ്റ് സംസ്ഥാനങ്ങളെ പോലെയല്ല, പലതരത്തിൽ പിന്നാക്കം നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഒരു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്ത്യയിലെ തന്നെ ചരിത്രത്തിൽ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ നാളന്തയൊക്കെ ഉണ്ടായിരുന്ന ഒരു സർവകലാശാല ഒക്കെ ഉണ്ടായിരുന്ന ഒരു നാടാണ് ബീഹാർ എന്നത് ഓർക്കണം. അത്രയൊക്കെ വലിയ പാരമ്പര്യമുള്ള ഒരു നാട്ടിൽ നിന്നാണ് അവസാനം നിരക്ഷരതയിലേക്ക്, അല്ലെങ്കിൽ ജാതീയമായ അസമത്വത്തിലേക്ക്, സാമൂഹ്യ അസമത്വത്തിലേക്ക്, സാമൂഹികമായ പിന്നോക്കാവസ്ഥയിലേക്കൊക്കെ ഈ നാട് മാറി. ഒരു കാലത്ത് ബീഹാർ എന്നാൽ ബീമാരി സ്റ്റേറ്റ് എന്ന് വരെ വിശേഷിപ്പിച്ചിരുന്ന ഒരു കാലഘട്ടം കൂടി ഉണ്ടായിരുന്നു. അതിനെയൊക്കെ ഇപ്പോൾ അതിജീവിക്കുന്നുണ്ട് ലേഖനം. അതെ, ബീഹാറിന്റെ ആ ചിത്രം മാറി. യഥാർത്ഥത്തിൽ ബീഹാറിലെ 2 പ്രധാന നേതാക്കൾ, അത് നമുക്ക് പിന്നീട് വിശദമായി പരിശോധിക്കാം. അതിന്റെ തുടക്കം പറഞ്ഞു കഴിഞ്ഞാൽ ലാലു പ്രസാദ് യാദവ് ഉറച്ച അദ്ദേഹത്തിന്റെ ഒരു സോഷ്യലിസ്റ്റ് നിലപാടുകൾ കൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജാതി സമവാക്യത്തെ തകർത്തുകൊണ്ടാണ് പിന്നോക്ക ജാതിക്കാരും അതോടൊപ്പം തന്നെ മുസ്ലിങ്ങളും സാധാരണക്കാരും ഒക്കെ അടങ്ങുന്ന അദ്ദേഹത്തിന്റെ ഒരു വോട്ട് ബാങ്കിലേക്കാണ് എക്സ്ട്രീംലി ബാക്ക്വേർഡ് എന്ന് പറയുന്ന പിന്നോക്ക വിഭാഗത്തിലെയും മുസ്ലിമിലെയും എക്സ്ട്രീംലി ബാക്ക്വേർഡായ വിഭാഗങ്ങളെയൊക്കെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നിതീഷ് കുമാർ 2005-ൽ ആദ്യമായി അധികാരത്തിലെത്തുന്നത്. അതുവരെ ബീഹാറിൽ ലാലു പ്രസാദ് യാദവിൻ്റെ ഭരണത്തിൽ ഏറ്റവും വലിയ ആരോപണം എന്ന് പറയുന്നത് ഗുണ്ടാരാജ് ആയിരുന്നു, കാര്യമായ വികസനം ഇല്ലായിരുന്നു എന്നതാണ്. നിതീഷ് കുമാർ ബീഹാറിൽ എത്തിയ ശേഷമാണ് യഥാർത്ഥത്തിൽ വികസനത്തിന്, ബീഹാറിൻ്റെ കാലങ്ങളായി ഇല്ലായിരുന്ന വികസനത്തിലേക്ക് ഒരു വികസനം കൊണ്ടുവന്നത്, പ്രത്യക്ഷമായ വികസനം കൊണ്ടുവന്നു. അവിടുത്തെ സ്കൂളുകൾ, അധ്യാപകരെ നിയമിക്കുക, റോഡുകൾ നിർമ്മിക്കുക. അങ്ങനെയാണ് അദ്ദേഹത്തെ സുശാസൻ ബാബു എന്നുള്ള ഒരു വിളിപ്പേര് നിതീഷ് കുമാറിന് ലഭിച്ചതും നിതീഷ് കുമാർ ആ പ്രതിച്ഛ എല്ലാ കാലത്തും നിലനിർത്തുകയും ഒക്കെ ചെയ്തത്. അതിൻ്റെ ഒരു തുടർച്ച ഇപ്പോഴും അവിടെ ഉന്നയിക്കുന്നത് അത് തന്നെയാണ്. തേജസ്വി യാദവ് പറഞ്ഞതുപോലെ ഈ ഗുണ്ടാരാജൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്തുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ എന്തിനാണ് ഇപ്പോൾ തൻ്റെ രാഷ്ട്രീയത്തെ, താൻ മുൻനിരയിൽ നിൽക്കുന്ന രാഷ്ട്രീയത്തെ ആക്രമിക്കുന്നു എന്നുള്ള ചോദ്യമൊക്കെ ഇപ്പോഴും ഉയർത്തുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ആ പഴയ ലാലുവിന്റെ ഗുണ്ടാരാജിനെ, അല്ലെങ്കിൽ അതായത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിൽ പോലും ജംഗിൾ രാജ് എന്ന പ്രയോഗം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. മനു, പക്ഷേ ഈ ബീഹാറിന്റെ കഴിഞ്ഞ ചരിത്രം കൂടി പരിശോധിച്ച് നോക്കിയാൽ അവിടെ ആ കണക്കുകൾ കിരൺ ബാബു സൂചിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതായത് എക്സിറ്റ് പോളുകളുടെ പ്രവചനവുമായി ബന്ധപ്പെട്ട കണക്കുകളും പിന്നീട് വന്ന റിസൾട്ടുമൊക്കെ RJDയെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി ആയിരുന്നിട്ട് പോലും അധികാരത്തിലേറാൻ സാധിച്ചില്ല എന്ന വലിയ തിരിച്ചടി നേരിടുന്നു. അതേസമയം ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന അഭിമാനവും അവർക്കുണ്ട്. ഒരു പക്ഷേ കോൺഗ്രസ് കൂടി നില മെച്ചപ്പെടുത്തിയിരുന്നുവെങ്കിൽ ഇതാകുമായിരുന്നില്ല. കാരണം ചെറിയ വ്യത്യാസത്തിൽ ആണ് NDA അവിടെ അധികാരത്തിൽ തുടർന്നത്. അതിനൊക്കെ അപ്പുറത്ത് ഈ വോട്ടുകളുടെ കണക്ക് പരിശോധിക്കുമ്പോഴും %കളിൽ ആണല്ലോ കിരൺ, മനു, ഈ വോട്ടുനില മാറിമറിയുകയും ഭൂരിപക്ഷം മാറിമറിയുകയും വിജയിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇത്തവണയും അത്തരത്തിലുള്ള ഒരു സാധ്യത തന്നെയാണ് കാണുന്നത്. ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന നിലയിൽ തന്നെയാണ് വിലയിരുത്തേണ്ടത്. പ്രത്യേകിച്ച് ആദ്യഘട്ടത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം, അത് നിരവധിയായ വിഷയങ്ങൾ ഉണ്ടായിരുന്നു. അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെയുള്ള ക്ഷേമ പദ്ധതികളെക്കുറിച്ചുള്ള നിരവധിയായ പ്രഖ്യാപനങ്ങൾ, ഒപ്പം ഈ സ്ത്രീകൾക്ക് 10,000 രൂപ അക്കൗണ്ടിലേക്ക് എത്തിയത് ഒക്കെ ഉയർത്തി കാണിക്കുന്നു. രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ രാജ്യസുരക്ഷ പോലെയുള്ള വിഷയങ്ങൾ അവിടെ ചർച്ചയായി വന്നിരുന്നു. അവിടേക്ക് ഈ പലായനം, തൊഴിലിൻ്റെ പേരിലുള്ള പലായനം ചർച്ചയായി വരുന്നു. നിരവധിയായ വിഷയങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലുണ്ടായിരുന്നു. അത് ഒരു ഇഞ്ചോടിഞ്ച് ഫൈറ്റിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിക്കുന്നു. അതായത് ഏത് മുന്നണിക്ക് ഭൂരിപക്ഷം ലഭിച്ചാലും ചെറിയ മാർജിനിൽ ആയിരിക്കും ഈ വോട്ട് നിലയിലെ വ്യത്യാസം ഇത്തവണയും എന്നാണോ അനുമാനിക്കേണ്ടത്?
ഇതിൽ വോട്ട് വ്യത്യാസം ഒരു ചെറിയ ശതമാനമാണെങ്കിലും അത് ഉണ്ടാക്കാവുന്ന ഒരു ഇമ്പാക്റ്റ് വളരെ വലുതായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിൽ ഈ എക്സിറ്റ് പോളുകളെ തീർത്തും വിശ്വസിക്കേണ്ട എന്ന് കരുതുന്ന രാഷ്ട്രീയ നിരീക്ഷകരിൽ ഒരു വലിയ വിഭാഗം ആലോചിക്കുന്നത് ഒന്ന് ആരാണ് ഏറ്റവും നല്ല മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിൽ പല എക്സിറ്റ് പോളുകൾക്കും അതിൽ തേജസ്വിയുടെ പേര് ഉയർന്നു വന്നു. അതുകൊണ്ട് ഈ എക്സിറ്റ് പോളുകൾ പറയുന്ന തരത്തിൽ BJPക്ക് അല്ലെങ്കിൽ NDAക്ക് ഒരു നേട്ടമുണ്ടാകില്ല എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. തൊഴിലാണ് പ്രധാന വിഷയം, എല്ലാ വീടുകളിലും ഒരു സർക്കാർ ജോലി നൽകും എന്ന വാഗ്ദാനം തേജസ്വി നടത്തിയിട്ടുണ്ട്, അത് അവർക്ക് നേട്ടമാകും, അതുകൊണ്ട് എക്സിറ്റ് പോളുകൾ ഫലിക്കില്ല എന്ന് കരുതുന്നവരുണ്ട്. ജാതി സമവാക്യങ്ങൾ വലിയ തോതിൽ നടപ്പിലാക്കാൻ മഹാഗഠബന്ധന് കഴിഞ്ഞു, അതുകൊണ്ട് എക്സിറ്റ് പോളുകൾ അത് ഫലിക്കില്ല എന്ന് കരുതുന്നവരുണ്ട്. വികാസ്ശീൽ ഇൻസാൻ പാർട്ടിയുടെ ഒരു സാന്നിധ്യം ഗുണം ചെയ്യും എന്ന് കരുതുന്നവരുണ്ട്. അങ്ങനെ സാമ്പത്തികമായി വളരെ എക്സ്ട്രീംലി ബാക്ക്വേർഡായി നിൽക്കുന്നവരുടെ പിന്തുണ പ്രതിപക്ഷത്തിനുണ്ട് എന്ന് കരുതുന്നവരുണ്ട്. ഒപ്പം ഈ സ്കീം വർക്കേഴ്സ്, ജീവിക ദീദിമാർ, അതുപോലെയൊക്കെയുള്ള നമ്മുടെ ആശാ വർക്കർമാരെ പോലെയൊക്കെ അവിടെയുള്ള സ്കീം വർക്കേഴ്സിനെ എല്ലാം സ്ഥിരപ്പെടുത്തും എന്നും അതുപോലെ ഈ വനിതാ സംരംഭകർക്ക് വലിയ നേട്ടങ്ങൾ നൽകും എന്നുമൊക്കെയുള്ള മഹാഗഠബന്ധൻ്റെ പ്രഖ്യാപനം ഇതൊക്കെ ഗുണം ചെയ്യും എന്ന് കരുതുന്നവരുണ്ട്. അങ്ങനെ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇത് വിജയിക്കില്ല എന്ന് കരുതുന്ന ഒരു വലിയ രാഷ്ട്രീയ നിരീക്ഷകരുടെ ഒരു വലിയ വിഭാഗം തന്നെയുണ്ട്. പക്ഷേ ഇതിന് അപ്പുറത്തേക്ക് അവിടുത്തെ സ്ത്രീകൾക്ക് വലിയ തോതിൽ ഈ സർക്കാരിനോടൊരു മമത തോന്നാൻ ഒന്നാമത്തെ കാരണം അത് മദ്യനിരോധനത്തെ സംബന്ധിച്ചാണ്. ബീഹാർ നേരിട്ട ഒരു വലിയ പ്രശ്നമാണ് ഈ മദ്യപാനം. ഇപ്പം നഗരങ്ങളിൽ മദ്യം തൊട്ടടുത്ത സംസ്ഥാനങ്ങളിൽ നിന്ന് അങ്ങോട്ടേക്ക് കടത്തി വരുന്നുണ്ട്. അത് BJP നേതാക്കൾ തന്നെ പറഞ്ഞു അവിടെ ഇത് വരുന്നുണ്ട്. പക്ഷേ മനു, അവിടെ ഈ പ്രശാന്ത് കിഷോറിന്റെ ജൻസുരാജ് പാർട്ടി അവർ പറയുന്നത് മദ്യം തിരികെ കൊണ്ടുവരണം എന്നുള്ളതാണല്ലോ. അത് മാത്രവുമല്ല, തേജസ്വി യാദവിൻ്റെ പ്രകടന പത്രികയിൽ ഈ കള്ളുചെത്ത് പോലെയുള്ള വിഭാഗങ്ങളെ ഈ മദ്യ നിരോധനത്തിൽ നിന്ന് ഒഴിവാക്കണം എന്ന തരത്തിലുമൊക്കെയുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നല്ലോ. പക്ഷെ പൊതുവെ ബീഹാറിലെ സ്ത്രീകൾ ഈ ഇതിന് പൂർണ്ണമായും എതിരാണ്. മാത്രമല്ല അവർക്ക് ക്ഷേമ പദ്ധതികളിൽ നേരിട്ട് പണം കിട്ടുന്നു. ഇതൊക്കെ ബീഹാറിലെ സ്ത്രീകളിൽ വലിയൊരു മാറ്റമുണ്ടാക്കും. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പോളിംഗ് ബൂത്തിലെത്തുന്ന പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളാണ്. അതൊരു വലിയ എഡ്ജ് ഈ NDAക്ക് നൽകും എന്നാണ് കണക്കാക്കേണ്ടത്. മാത്രവുമല്ല ഇതിൻ്റെ ഒരു പൊതു ചിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഈ രാംവിലാസ് പാസ്വാൻ വിഭാഗത്തിൻ്റെ ഒരു കൂടുതൽ അവരെ കൂടുതൽ വിശ്വാസത്തിലെടുത്തത് ചിരാഗ് പാസ്വാന് കൂടുതൽ സാധ്യതകൾ നൽകിയത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഗുണം ആകും NDAക്ക് എന്നാണ് അവരുടെ. എന്തായാലും മനു, ആ വനിതകളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇതാ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു നിരവധിയായ വനിതകൾ. അങ്ങനെ വനിതാ വോട്ടർമാരുടെ ഒരു നീണ്ട നിര തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അങ്ങനെ വനിതകളുടെ വോട്ടുകൾ ഇക്കുറി നിർണായകമാകും ബീഹാറിൽ എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട്. അവിടെയാണ് വാരിക്കോരിയുള്ള ക്ഷേമ പദ്ധതികൾ എന്ന് തന്നെ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാമായിരുന്നു. മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കിയപ്പോൾ NDA ആകട്ടെ മഹാഗഠബന്ധൻ ആകട്ടെ നിരവധിയായ പ്രഖ്യാപനങ്ങൾ അവിടെയും ഫോക്കസ് ചെയ്തിരുന്നത് സ്ത്രീകളെ തന്നെയായിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. നേരത്തെ കിരൺ സൂചിപ്പിച്ചു കഴിഞ്ഞു. അതായത് ബീഹാറിൻ്റെ രാഷ്ട്രീയത്തിൽ ഈ ഘട്ടത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ മുൻ മുഖ്യമന്ത്രി, അന്തരിച്ച മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ്റെ വാക്കുകൾ തന്നെയാണ്. തലനരയ്ക്കുവതല്ലൻ്റെ വൃദ്ധത്വവും തലനരയ്ക്കാത്തതല്ലൻ യുവത്വവും എന്നുള്ളതാണ്. അവിടെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിലടക്കം നിതീഷ് കുമാറിന് എതിരെ ഉയർന്നിരുന്ന പ്രധാനപ്പെട്ട ആരോപണം അദ്ദേഹത്തിന് വാർദ്ധക്യം ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. തേജസ്വി യാദവ് പലപ്പോഴും അത് പറയുകയും ചെയ്തൊരു പശ്ചാത്തലമുണ്ട്. യുവത്വമാണ് നയിക്കേണ്ടതിനി ബീഹാറിനെ എന്നാണ്. പക്ഷേ തലനരച്ച യുവാവാണ് താൻ എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു നിതീഷിൻ്റെ പോരാട്ടം. അവിടെ 84 റാലികളിൽ നിതീഷ് കുമാർ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നിട്ടും നേരിട്ട് പങ്കെടുത്തു എന്നതാണ് എടുത്തു പറയേണ്ടത്. 2 രാഷ്ട്രീയ അധികായന്മാർ ആണല്ലോ ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതായി മാറുന്നത് കിരൺ. അതിൽ ആദ്യം പറയേണ്ടത് ലാലു പ്രസാദ് യാദവിനെ തന്നെയാണ്. അതാണ് ഞാൻ ആവർത്തിച്ചത്. ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും, അതായത് പതിറ്റാണ്ടുകളായി അധികാരത്തിന് പുറത്തിരിക്കുന്ന ലാലു പ്രസാദ് യാദവിനെ കുറിച്ച്, ആ ലാലുവിൻ്റെ കാലഘട്ടത്തിലെ ജംഗിൾ രാജിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് NDAക്ക് പ്രചാരണം നടത്തേണ്ടതായി വരുന്നു. 15 വർഷത്തെ ലാലുവിൻ്റെ ഭരണവും നിതീഷിൻ്റെ ശേഷമുള്ള ഭരണവും നിങ്ങൾ തന്നെ താരതമ്യം ചെയ്ത് നോക്കൂ എന്ന് വോട്ടർമാരോട് പറയേണ്ടി വരുന്നു. പക്ഷേ അപ്പോഴും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ എല്ലാം നിറഞ്ഞു നിൽക്കുന്നത് ലാലുവിൻ്റെ പേരായിരുന്നല്ലോ. ലാലുവാകട്ടെ രാജ്യത്തെ തന്നെ തെരഞ്ഞെടുപ്പ് ചാണക്യന്മാരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്ന നേതാവാണ്. ഇതുവരെയും BJPയുമായി കൈകൊടുക്കാത്ത, കൂട്ടുകൂടാത്ത രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് കൂടിയാണല്ലോ. ലാലുവിൻ്റെ ഭാവി, അല്ലെങ്കിൽ ലാലുവിൻ്റെ പാർട്ടിയുടെ ഭാവി, അതോടൊപ്പം തന്നെ ലാലുവിൻ്റെ ചരിത്രം, അതിപ്പോഴും ബീഹാറിൽ എത്രത്തോളം പ്രസക്തമാണ്?
അഭിലാഷ്, ലാലു പ്രസാദ് യാദവ് ഒരു കാലത്ത് പൂർണ്ണമായും ലാലു പ്രസാദ് യാദവ് എന്ന് പറയുന്ന ഒറ്റ നേതാവിനെ ഒരു അച്ചുതണ്ടായി നിന്ന് അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയായിരുന്നു ബീഹാർ രാഷ്ട്രീയം നിന്നിരുന്നത് തന്നെ. അവിടെ നിന്നാണ് 2005 അത് നിതീഷിലേക്ക് എത്തുന്നത്. നന്നേ ചെറുപ്പത്തിൽ തന്നെ പാറ്റ്നയിൽ ജനിച്ച ലാലു നന്നേ ചെറുപ്പത്തിൽ തന്നെ പാറ്റ്ന യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ അവിടെ നിന്ന് 2 തവണ ജനറൽ സെക്രട്ടറി ആവുകയും പിന്നീട് പ്രസിഡന്റ് ആവുകയും ഒക്കെ ചെയ്ത വ്യക്തിയാണ്. ജയപ്രകാശ് നാരായണന്റെ മൂവ്മെന്റ് JP മൂവ്മെന്റിന്റെ ഫലമായിട്ടാണ് ലാലു പ്രസാദ് യാദവ് സജീവ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. ലാലുവിൻ്റെ ഒരു 29ാമത്തെ വയസ്സിലാണ് അദ്ദേഹം MP ആവുന്നത്. അപ്പോഴാലോചിക്കണം, 29-30 വയസ്സിന് മുമ്പ് തന്നെ ലാലു പ്രസാദ് യാദവ് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു നേതാവായി വന്നിരുന്ന ഒരു വിദ്യാർത്ഥി നേതാവായി പറ്റ്ന യൂണിവേഴ്സിറ്റിയുടെ ജനറൽ സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെ ആയിരുന്ന കാലത്ത് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന വലിയ മൂവ്മെന്റുകളുടെയൊക്കെ ഭാഗമായി നിന്ന ഒരു നേതാവ് കൂടിയാണ് ലാലു പ്രസാദ് യാദവ് എന്ന് ഓർക്കണം. അങ്ങനെ ഉദിച്ചുയർന്ന ഒരു നേതാവാണ് ലാലു പ്രസാദ് യാദവ്. അദ്ദേഹം പല പ്രധാനപ്പെട്ട കർപ്പൂരി താക്കൂർ അടക്കമുള്ള അല്ലെങ്കിൽ BP സിംഗ് അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളുടെ ഒപ്പം നിന്ന് പ്രവർത്തിച്ച ഒരു പാരമ്പര്യം കൂടിയുള്ള നേതാവാണ്. വലിയ ഒറേറ്ററായിരുന്നു ലാലു പ്രസാദ് യാദവ് നല്ല ചെറിയ പ്രായത്തിൽ തന്നെ. അങ്ങനെയൊക്കെ ചെറുപ്രായത്തിൽ തന്നെ ബീഹാറിലാകെ നിറഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ ബീഹാറിൻ്റെ രാഷ്ട്രീയത്തിലാകെ നിറഞ്ഞു നിൽക്കുന്ന രാഷ്ട്രീയത്തെ സ്വയം നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സോഷ്യലിസ്റ്റ് നേതാവ് എന്നുള്ളതായിരുന്നു. ലാലുവിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ക്രെഡൻഷ്യൽ എന്ന് പറയുന്നത് ഒരിക്കൽ പോലും ഏതെങ്കിലും ഹിന്ദുത്വ രാഷ്ട്രീയവുമായി ലാലു ഒരു ഘട്ടത്തിലും സന്ധി ചെയ്തിട്ടില്ല. ലാലുവിനെതിരെ വലിയ കേസുകൾ വരുന്നു, ലാലുവിനെ അറസ്റ്റ് ചെയ്യുന്നു, ജയിലിൽ കിടക്കേണ്ട അവസ്ഥ വരുന്നു. അപ്പോഴൊന്നും പാർട്ടി കടുത്ത പ്രതിസന്ധിയിലൂടെ നീങ്ങേണ്ടി വരുന്ന അവസ്ഥ വരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 0-ലേക്ക് ലാലുവിൻ്റെ പാർട്ടിക്ക് പോകേണ്ടി വരുന്ന അവസ്ഥ വരുന്നു. പക്ഷേ അപ്പോഴൊന്നും ഒരിക്കൽ പോലും BJPയുമായോ അല്ലെങ്കിൽ ഹിന്ദുത്വ രാഷ്ട്രീയ കക്ഷികളുമായോ ഒരിക്കൽ പോലും സന്ധി ചെയ്തിട്ടില്ല. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അങ്ങനെ ഈ വ്യക്തികളെ ആശ്രയിച്ച് നിൽക്കുന്ന 2 നേതാക്കൾ മാത്രമേ അത്തരത്തിൽ കാണൂ. ഒന്ന് ലാലു പ്രസാദ് യാദവാണ്, 2 മുലായം സിംഗ് യാദവാണ്. ലാലു പ്രസാദ് യാദവാണ് BP സിംഗിൻ്റെ സർക്കാർ നിൽക്കുമ്പോൾ, ലാലു കൂടിൻ്റെ പാർട്ടിയുടെ സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ BJP പിന്തുണയോടുകൂടിയാണ് അങ്ങനെ ഒരു സർക്കാർ അധികാരത്തിലിരിക്കുന്നത് ഓർക്കണം. അവിടെയാണ് രഥയാത്രയുമായി വരുന്നത്. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാൻ വരുന്ന ഘട്ടത്തിൽ രഥയാത്രയുമായി വരുന്നു. ആ രഥയാത്ര വരുമ്പോൾ ബീഹാറിലെ സമസ്തിപൂരിൽ വെച്ച അന്നത്തെ BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, ഏറ്റവും കരുത്തനായ നേതാവ് LK അദ്വാനിയും അറസ്റ്റ് ചെയ്യുകയാണ്. ഈ രഥയാത്ര തടയുകയാണ്. അതോടുകൂടിയാണ് ലാലു പ്രസാദ് യാദവ് യഥാർത്ഥത്തിൽ അവിടുത്തെ ഒരു മുസ്ലിം വിഭാഗത്തിനിടയിലും മറ്റ് പിന്നോക്ക വിഭാഗത്തിനിടയിലും ഒക്കെ തൻ്റെ ശക്തി, പിന്നോക്ക വിഭാഗത്തിനിടയിൽ നേരത്തെ തന്നെ ലാലു പ്രസാദ് യാദവിനുണ്ടായിരുന്ന ശക്തി അതിനപ്പുറത്തേക്ക് മുസ്ലിം വിഭാഗത്തെ കൂടി കൂടുന്നു. ഈ യാദവ വോട്ടും OBC വോട്ടുകൾക്കൊപ്പം ഈ മുസ്ലിം വോട്ടുകൾ കൂടി ചേരുന്നതോടുകൂടിയാണ് ലാലു പ്രസാദ് യാദവ് ആ തരത്തിലേക്ക് മാറുന്നത്. കർപ്പൂരി താക്കൂറൊക്കെ ലാലു പ്രസാദ് യാദവിൻ്റെ ഇപ്പോൾ BJP കർപ്പൂരി താക്കൂറിന് വേണ്ടി പ്രത്യേകമായി പരിഗണിക്കുമ്പോൾ ആ കർപ്പൂരി താക്കൂർ ലാലുവിൻ്റെ രാഷ്ട്രീയ ഗുരു കൂടിയാണ്. അദ്ദേഹമൊക്കെ ഇംഗ്ലീഷിനെതിരെ, അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നപ്പോഴാണ് ഇംഗ്ലീഷിനെതിരെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം സ്കൂൾ സിലബസിൽ വേണ്ട എന്ന തീരുമാനമെടുക്കുന്നത്. ലാലു പ്രസാദ് യാദവാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം മടക്കി കൊണ്ടുവരുന്നത് എന്നതുകൂടി ആലോചിക്കണം. പലപ്പോഴും ലാലുവിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ വിഷയത്തിലും അദ്ദേഹത്തിൻ്റെ നിലപാടുകളിലൊക്കെ എതിർപ്പുണ്ടായിരിക്കുമ്പോഴും അത്തരം പുരോഗമനപരമായ ആശയങ്ങൾ കൂടി അവിടെ നടപ്പാക്കുകയും ചെറുപ്പക്കാരുടെ വലിയ തോതിലുള്ള പിന്തുണയൊക്കെ നേടിയെടുത്ത നേതാവ് കൂടിയാണ് ലാലു പ്രസാദ് യാദവ്. അദ്ദേഹം അഴിമതി കേസിൽപ്പെട്ട് മുഖ്യമന്ത്രി സ്ഥാനത്ത് മാറേണ്ടി വരുമ്പോൾ തൻ്റെ ഭാര്യ റാബറി ദേവിയെ കൊണ്ടുവരുന്നു. റാബറി ദേവിയെ നിലനിർത്തിക്കൊണ്ട് തന്നെ വീണ്ടും അധികാരത്തിലേക്ക് വരാൻ 2005 വരെ അധികാരം തുടർന്ന് നിലനിർത്താൻ ലാലു പ്രസാദ് യാദവിന് കഴിയുന്നു. UPA സർക്കാരിൻ്റെ കാലത്ത് കേന്ദ്ര റെയിൽ മന്ത്രി ആയിരിക്കുമ്പോൾ ഇന്ത്യയുടെ തന്നെ ഏറ്റവും മികച്ച റെയിൽ മന്ത്രി ആയിരുന്നത് ലോകം തന്നെ ആദരിക്കുന്ന രീതിയിലേക്ക് പരിഷ്കാരങ്ങൾ വരുത്തി ഇന്ത്യൻ റെയിൽവേ ലാഭകരമായി മുന്നോട്ട് കൊണ്ടുവരാനൊക്കെ കഴിഞ്ഞു. പക്ഷേ അപ്പോഴും ലാലുവിന് നേരെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 ആരോപണങ്ങൾ, ഒന്ന് ലാലുവിൻ്റെ കാലത്തുണ്ടായിരുന്ന ഈ ഗുണ്ടാരാജാണ്, പ്രത്യേകിച്ച് യാദവ് വിഭാഗത്തിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന RJയുടെ നേതൃത്വത്തിലുള്ള ഗുണ്ടാരാജാണ്. മറ്റൊന്ന് അഴിമതി ആരോപണമാണ്. തീർച്ചയായും അതാണ്. അത്തരത്തിൽ ലാലുവിൻ്റെ ഒരു പതനവും ബീഹാറിൽ ഒരു കാലഘട്ടത്തിൽ നടന്നു. പക്ഷേ ലാലു പിന്നിൽ ഇരുന്നു കൊണ്ട് റാബറി ദേവിയെ കൊണ്ട് സംസ്ഥാനത്ത് നയിച്ച ചരിത്രമുണ്ട്. പക്ഷെ മനു, ഇവിടെ RJDയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് അങ്ങേയറ്റം നിർണായകമല്ലേ? ലാലു നയിക്കുമ്പോൾ ഉണ്ടായിരുന്ന സാഹചര്യമല്ല. ഒന്ന്, കുടുംബവാഴ്ച എന്ന ആക്ഷേപം ഈ RJD നേരിടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അവിടെ തേജസ്വി യാദവാണ് ഇത്തവണ മുഖ്യമന്ത്രി മുഖം എന്നത് RJDയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അതേ കുടുംബത്തിൽ നിന്ന് തന്നെ തേജ് പ്രതാപ് പിണങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. മാത്രവുമല്ല, കോൺഗ്രസ് ഉൾപ്പെടെ ഈ മഹാസഖ്യത്തിൻ്റെ ഗഡ്ബന്ധൻ്റെ മറ്റു മുഖങ്ങളൊന്നും തേജസ്വിയെ പോലെ അത്രമേൽ പ്രതാപമുള്ള മുഖങ്ങളല്ല. അതുകൊണ്ട് തന്നെ മഹാസഖ്യത്തിന് മാത്രമല്ലല്ലോ ഈ തെരഞ്ഞെടുപ്പ് RJDയെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടമായി മാറുന്നില്ലേ? ഇവിടെയും പരാജയപ്പെട്ടാൽ ഇത്രയും നാൾ പ്രതിപക്ഷത്തിരിക്കുന്ന RJDക്ക് ഇനിയൊരു ഭാവി ഉണ്ട് എന്ന് കരുതാനാകുമോ? ഇതിൽ അഭിലാഷ്, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, വോട്ടർ മെമ്മറി ഈസ് ഇൻക്രീസിംഗ്ലി ഡിക്രീസിങ് എന്നൊരു പ്രയോഗം ഇപ്പോൾ നടത്തുന്നുണ്ട്. അതായത് വോട്ടർമാർ ഇപ്പോൾ ഒരു 5 കൊല്ലത്തിന് മുൻപുള്ള കാര്യങ്ങൾ പലതും അങ്ങനെ വലിയ തോതിൽ ഓർക്കുന്നില്ല. ലാലു പ്രസാദിൻ്റെ അന്നത്തെ വലിയ വിപ്ലവകരമായ നീക്കം ഓർക്കുന്നില്ല.
അവർ ഈ ഒരു 5 വർഷത്തിനകത്തുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ 10 വർഷത്തിനകത്തുള്ള കാര്യങ്ങളുടെ അപ്പുറത്തേക്ക് പല വോട്ടർമാരും ചിന്തിക്കുന്നില്ല. യുവാക്കളായ വലിയ വോട്ടർമാർക്ക് ഇങ്ങനെ ഒരു ചരിത്രം പലതും അറിയുന്നില്ല. മാത്രവുമല്ല, അവർക്ക് മുന്നിലുള്ള തേജസ്വി 6ാം ക്ലാസ് തോറ്റയാളാണ്. അങ്ങനെ വലിയ ഒരു പ്രാവീണ്യമുള്ള ഒരാളല്ല. ഒരു തവണ ഉപമുഖ്യമന്ത്രിയായി അന്ന് ഒരു യുവമുഖമായി ഒക്കെ വന്നു എന്നതിനപ്പുറത്തേക്ക് ഇത് വലിയൊരു ബീഹാറിനെ ഏറ്റെടുത്ത് നടത്താൻ കഴിയുന്നൊരു നേതാവാണോ എന്ന സംശയം വിദ്യാസമ്പന്നരായ വലിയ വിഭാഗത്തിനുണ്ട്. അതുപോലെ ഉയർന്ന ജാതിക്കാരുടെ ഒരു പിന്തുണയില്ല. യാദവരല്ലാത്ത മറ്റ് OBC-കളൊന്നും അങ്ങനെ ഇപ്പോൾ BJP വിട്ടുപോകുന്നില്ല. അതേസമയം SC ST വിഭാഗങ്ങളിൽ വലിയ സ്വാധീനം ഉറപ്പിക്കാൻ BJP വലിയ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ പ്രതികൂലമായി ബാധിക്കും ഒരു വശത്ത് എന്നത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. മറ്റു ചില കാര്യങ്ങൾ കൂടി പരിശോധിക്കുകയാണെങ്കിൽ ഈ ഗുണ്ടാരാജ് ബീഹാർ വലിയ തോതിൽ എല്ലാ ഘട്ടത്തിലും ചർച്ച ചെയ്ത ഒരു വിഷയമാണ്. അവിടെ നിന്ന് മാറണമെന്നൊരാവശ്യം ഉണ്ടാകുന്നു. ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് ബീഹാറിൽ പോവുകയും അവിടെ വ്യാപകമായി യാത്ര ചെയ്യുകയും ഒക്കെ ചെയ്തതാണ്. നമ്മൾ പണ്ട് കണ്ടൊരു ബീഹാറിൽ നിന്ന് വലിയ തോതിലുള്ള മാറ്റം വന്നു. ഗംഗാനദി അവിടെ 5 കിലോമീറ്റർ വീതിയിലാണ് ഒഴുകുന്നത്. അതിന് കുറുകെ പാലം വരികയാണ്. അതുപോലെ പല സ്ഥലങ്ങളിലെ തീവണ്ടി കേന്ദ്രങ്ങൾ എല്ലാം ഉയർന്ന സാഹചര്യങ്ങളിലേക്ക് മാറുന്നു. AC റെസ്റ്റിംഗ് റൂമുകൾ വരുന്നു. ആളുകൾക്ക് പക്ഷേ പാലങ്ങൾ പണിതാൽ പട്ടിണി മാറുമോ? പാലങ്ങൾ പണിതാൽ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരമാകുമോ എന്ന് RJD ചോദിച്ചു. അതാണ് ഇതിൽ ഒരു കാര്യം. എല്ലാ വീട്ടിലും സർക്കാർ ജോലി നൽകും എന്ന് RJD പറഞ്ഞു. പക്ഷേ അത് അവിശ്വസനീയമാണ്, നടക്കാത്ത കാര്യമാണ്. 2 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് NDAയും പറയുമ്പോൾ അത്രയും തൊഴിലവസരങ്ങളുടെ പോരായ്മയുണ്ടല്ലോ എന്നതായിരുന്നു മഹാഗഠബന്ധന്റെ ചോദ്യം. അതെ, പക്ഷേ 2 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും എന്ന് പറയുമ്പോൾ അത് വേണമെങ്കിൽ സാധ്യമാകുന്ന ഒരു കാര്യമാണ്. പക്ഷേ എല്ലാ വീട്ടിലും സർക്കാർ ജോലി കൊടുക്കാൻ കഴിയില്ല എന്നത്, അല്ലെങ്കിൽ അത് തെറ്റായ ഒരു സന്ദേശമാണ്. അത് അങ്ങനെ കഴിയാത്തൊരു വ്യാജ വാഗ്ദാനമാണ് എന്ന തരത്തിൽ വലിയ തോതിൽ പ്രചരണം വന്നു. ഇത് ജനമേത് വിശ്വസിക്കും എന്നതാണ് നമുക്ക് മുന്നിലെ ചോദ്യം. അത് അത്ഭുതപ്പെടുത്തുന്നതാണ്. കാരണം 7.5 കോടിയോളം വോട്ടർമാരുണ്ട്. 7.5 കോടി വോട്ടർമാർ എന്ന് പറയുമ്പോൾ 18 വയസ്സിന് മുകളിലുള്ളവരാണല്ലോ ഈ വോട്ടർമാർ. അങ്ങനെയുള്ള കുടുംബങ്ങളുടെ പട്ടിക പരിശോധിച്ചാൽ ഇത്രയധികം സർക്കാർ ജോലി ഒഴിവുകളോ, അതും ഇപ്പോൾ നിലനിൽക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥരെ മാറ്റാനും സാധിക്കില്ലല്ലോ. അതാണോ BJP ചോദിച്ചത്? അല്ല, സ്വാഭാവികമായും അത്ര വലിയ ഒരു ബ്യൂറോക്രസി ബീഹാറിൽ ഇല്ല. അത്രയും ആളുകളെ ഉൾക്കൊള്ളാൻ അവിടുത്തെ ഉദ്യോഗസ്ഥ വൃന്ദത്തിന് കഴിയില്ല. ഇത് ഒറ്റ നോട്ടത്തിൽ പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ്. ഒരുപക്ഷെ ഈ ഇത്രയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും എന്ന് വേണമെങ്കിൽ അത് സാധ്യമല്ല എന്നോ അതെങ്ങനെയാണ് അതിൻ്റെ വഴികളെന്നോ ഒക്കെ ആലോചിക്കാം. പക്ഷേ ഇവിടെ BJP നൽകുന്നത് മറ്റൊരു വിധത്തിലാണ്. അതായത് പ്രധാനമായും ഈ സംരംഭകത്വം വളർത്തുക എന്ന തരത്തിലേക്ക് ആളുകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നു. അതുവഴി ആ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന തരത്തിലാണ് അവർ പറഞ്ഞ് പിടിച്ചു നിൽക്കുകയും ചെയ്യുന്നത്. പക്ഷേ സർക്കാർ ജോലി പ്രായോഗികമല്ല. ഇപ്പോൾ ആശാ വർക്കർമാരെ മുഴുവൻ സർക്കാരിന് സ്ഥിരപ്പെടുത്താൻ കഴിയും എന്നൊക്കെ തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ വരുമ്പോൾ, അതുപോലെ ജീവിക ദീദിമാരെ മുഴുവൻ 30,000 രൂപ കൊടുക്കും എന്ന് പറയുമ്പോൾ, അതുപോലെ എല്ലാ വീട്ടിലും സർക്കാർ ജോലി നൽകും എന്ന് പറയുമ്പോൾ ഇത് നടക്കാത്ത വാഗ്ദാനമാണ്. ഇത് തോൽക്കുമെന്ന് ഉറപ്പായ ഒരാളുടെ വാഗ്ദാനമാണെന്ന തരത്തിലേക്ക് പ്രചരണങ്ങൾ വരുന്നു. പക്ഷേ അഭിലാഷ്, ഇവിടെ വേറൊരു പ്രധാന വിഷയം ചർച്ച ചെയ്യേണ്ടത് ഈ ഗുണ്ട രാഷ്ട്രീയ ബന്ധമാണ്. ലാലുവിൻ്റെ കാലത്തുണ്ടായിരുന്ന ആ ഗുണ്ടാ രാഷ്ട്രീയ ബന്ധങ്ങൾ ഇപ്പോഴും അവിടെ RJDയിൽ തുടരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നോക്കൂ, ഈ ഒസാമ എന്നൊരു ഗുണ്ടാത്തലവൻ്റെ മകനെ അവിടെ ഷിഹാബുദ്ദീൻ എന്ന ഗുണ്ടാത്തലവൻ്റെ മകനെ ലാലു ക്ഷണിച്ചുകൊണ്ടുവന്ന് പാർട്ടിയിൽ ടിക്കറ്റ് കൊടുത്ത് മത്സരിപ്പിക്കുകയാണ്. ഈ ഷിഹാബുദ്ദീൻ ആരാണ്? നേരത്തെ അവിടെ CPI ML-നെ മുഴുവൻ വേട്ടയാടിയ ആളാണ്. ഞാൻ പഠിച്ച സർവകലാശാലയിലെ അവിടുത്തെ JNUസിൻ്റെ പ്രസിഡന്റിനെ വകവരുത്തി എന്ന് അന്ന് ആക്ഷേപിച്ച് SFIയും അതുപോലെ മറ്റെല്ലാ ഇടത് സംഘടനകളും ഒന്നായി ആക്രമിച്ചയാളാണ്. അയാൾക്ക് വേണ്ടി ഇന്ന് CPM-ഉം ഇടത് കക്ഷികളും അവിടെ വോട്ട് പിടിക്കുമ്പോൾ, MLA-കളും ML വിഭാഗം വോട്ട് പിടിക്കുമ്പോൾ അത് ജനങ്ങൾ ഏത് തരത്തിലെടുക്കും? തീർച്ചയായും ബീഹാറിലെ ജാതി രാഷ്ട്രീയം എന്നതും പ്രധാനപ്പെട്ടതാണ്. ഇക്കുറി സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമ്പോൾ മുസ്ലിം സ്ഥാനാർത്ഥികളെ മാറ്റി നിർത്താൻ പ്രത്യേകം BJP ശ്രദ്ധിച്ചിരുന്നു എന്നതാണ്. നേരത്തെ കിരൺ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയുടെ റെയിൽവേ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ മാധ്യമങ്ങളടക്കം ലാലു പ്രസാദിന്റെ ബജറ്റിനെ ലാലു മാജിക് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. തെരഞ്ഞെടുപ്പിലും അത്തരം മാജിക്കുകൾ കാണിച്ചിട്ടുള്ള ആളാണ് ലാലു പ്രസാദ് യാദവെങ്കിൽ അപ്പുറത്ത് ബീഹാറിന്റെ ഉള്ളിലിരിപ്പെന്ത് എന്നറിയാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്.
തെരഞ്ഞെടുപ്പിൽ ആര് നേടും ആര് വീഴും എന്നത് ഒക്കെ അറിയാൻ ഇനി നമുക്ക് അല്പസമയം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. അതിനു മുമ്പിതാ ഏറ്റവും പുതിയ വിശദാംശങ്ങൾക്കൊപ്പം ബീഹാറിന്റെ പൊതുചിത്രം കൂടിയാണ് പ്രേക്ഷകരുമായി പങ്കുവെച്ചുകൊണ്ട് ഇരിക്കുന്നത്. ഇവിടെ കിരൺ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു RJDയുടെ പ്രാധാന്യമെന്ത്, RJDക്ക് തെരഞ്ഞെടുപ്പ് എത്രത്തോളം നിർണായകമെന്നത്. അതുമാത്രവുമല്ലോ, ഇപ്പോൾ മൂന്നാം തവണയും കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദിക്ക് തൻ്റെ സർക്കാരിന് ഒരു പ്രതിസന്ധിയുമില്ലാതെ നയിക്കണമെങ്കിൽ അവിടെ സഖ്യകക്ഷികളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് തന്നെയേ മുന്നോട്ട് പോകാൻ സാധിക്കൂ. അത് സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ആണ് എങ്കിൽ പോലും അവിടെയാണല്ലോ നിതീഷ് കുമാറിനെ പോലെയുള്ള ഒരു നേതാവ് പ്രധാനപ്പെട്ടതായി മാറുന്നത്. പ്രത്യേകിച്ച് ഈ സഖ്യകക്ഷികളോടൊപ്പം ചേർന്നുകൊണ്ട് ആ സഖ്യകക്ഷികളെ സാവധാനം വിഴുങ്ങുന്ന ഒരു സ്വഭാവമുണ്ട് BJPക്ക് എന്ന ആക്ഷേപം ഒരു ഭാഗത്ത് നിലനിൽക്കുന്നു. പക്ഷേ എക്സിറ്റ് പോളുകളുടെ ഫലം പുറത്തു വരുമ്പോൾ അവിടെ വലിയ മുന്നേറ്റം നടത്താൻ പോകുന്നത് JDU എന്നത് തന്നെയാണല്ലോ പൊതുവെ നിരീക്ഷിക്കപ്പെടുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്ത് രാഷ്ട്രീയ കളികൾക്കും ഒരു മടിയുമില്ലാത്ത നേതാവാണ് നിതീഷ് കുമാർ എന്ന് നമുക്കറിയാം. ആയാറാം ഗയാറാം പൊളിറ്റിക്സിൻ്റെ ഒരു വക്താവ് കൂടിയാണ് നിതീഷ് കുമാർ എന്നത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നിതീഷിൻ്റെ നിലനിൽപ്പിന് ഭാവിക്ക് ഈ തെരഞ്ഞെടുപ്പ് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ആ ചരിത്രവും പരിശോധിക്കുമ്പോൾ. അഭിലാഷ്, നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ രാഷ്ട്രീയ നിലപാടുകൾക്കപ്പുറത്തേക്ക് വ്യക്തിപരമായി വലിയ പ്രതിച്ഛായ, വ്യക്തിപരമായ വലിയ സ്വാധീനം ബീഹാറിലെ വോട്ടർമാർക്കിടയിൽ ഉണ്ട് എന്നത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം. ഇന്ത്യയിൽ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ്, പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ ആരെങ്കിലും കഴിഞ്ഞ 10-12 വർഷത്തിനിടയിൽ 5 തവണ മുന്നണി മാറി മറ്റൊരു രാഷ്ട്രീയ നേതാവും കാണില്ല. ഈ ഒരു മുന്നണിയിൽ നിന്ന് മത്സരിക്കുക, അവിടെ ജയിച്ച് മുഖ്യമന്ത്രിയാകുക, ആ മുന്നണി ആ സർക്കാർ നിൽക്കുമ്പോൾ തന്നെ മറ്റൊരു പ്രതിപക്ഷത്തിനൊപ്പം ചേർന്ന് വീണ്ടും മുഖ്യമന്ത്രിയാകുക, പിന്നീട് അവരുമായി തെറ്റി വീണ്ടും പഴയ മുന്നണിയിലേക്ക് വരിക. ഇത് കഴിഞ്ഞ 10 വർഷത്തെ കണക്കെടുത്താൽ തന്നെ 4 തവണയാണ് അദ്ദേഹം ആ തരത്തിലേക്ക് മുന്നണിയൊക്കെ മാറിയിട്ടുള്ളത്. ഇവിടെ നിതീഷ് കുമാറിന് കഴിഞ്ഞ അഭിലാഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ പല സ്ഥലത്തും BJP മറ്റ് സഖ്യകക്ഷികളുമായി പ്രാദേശിക പാർട്ടികളുമായി ചേരുകയും പ്രാദേശിക പാർട്ടികൾ മുന്നണിയിൽ നിൽക്കുകയും അതിനുശേഷം BJP പതിയെ പ്രാദേശിക പാർട്ടികളെ വിഴുങ്ങുകയും ചെയ്യുന്ന അവസ്ഥയൊക്കെയാണ്. മഹാരാഷ്ട്രയിലൊക്കെ അടക്കം ശിവസേനയുടെ അടക്കം അവസ്ഥ നമ്മൾ കണ്ടതാണ്. പക്ഷേ ബീഹാറിൽ അത്തരം ഒരു അവസ്ഥ ഒരു തരത്തിൽ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു. ബീഹാറിൽ BJP എന്ന് പറയുന്നത് ഇപ്പോഴും JDUവിന് പിന്നിലുള്ള രണ്ടാമത്തെ പാർട്ടി മാത്രമായിരുന്നു. കഴിഞ്ഞ തവണ അങ്ങനെയല്ല, JDUവിന് 43 സീറ്റിലേക്ക് ഒതുങ്ങേണ്ടി വന്നു. കഴിഞ്ഞ തവണത്തെ കണക്കടക്കം നമ്മുടെ ഈ മാജിക് വാളിലേക്ക് നോക്കിയാൽ കുറേ കൂടി വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും. ഇത് 125 സീറ്റുകളാണ് അന്ന് NDA നേടിയത്, 37.34. കഴിഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ മഹാഗഡ്ബന്ധൻ നേടിയത് 110 സീറ്റുകൾ, 37.13. ഇവർ രണ്ടുപേരും തമ്മിലുള്ള വോട്ടിൻ്റെ വ്യത്യാസം 0.21 മാത്രമാണ്. 0.21 എന്ന് പറയുന്നത് 0.25% പോലുമില്ല ഈ രണ്ട് മുന്നണികളും തമ്മിൽ കഴിഞ്ഞ തവണ ഉണ്ടായ വ്യത്യാസം എന്നുള്ളതാണ്. പക്ഷേ സീറ്റിൻ്റെ എണ്ണത്തിൽ 15 സീറ്റിൻ്റെ വ്യത്യാസമുണ്ട്. NDAയുടെ സീറ്റിൻ്റെ കണക്കുകൂടി നമുക്ക് നോക്കാം. BJP 74 സീറ്റുകൾ നേടി. കഴിഞ്ഞ തവണ 75 സീറ്റുകൾ RJDക്ക് ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണയും 2020-ലും 2015-ലും ബീഹാറിലെ ഒന്നാമത്തെ പാർട്ടി ലാലു പ്രസാദ് യാദവിൻ്റെ RJD തന്നെയായിരുന്നു എന്ന് ഓർക്കണം. രണ്ടാമത്തെ പാർട്ടിയായിട്ട് കഴിഞ്ഞ തവണ BJPക്ക് വളരാൻ കഴിഞ്ഞു. JDU 43 സീറ്റിലേക്ക് ഒതുങ്ങി. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം JDUവിനെ വിഴുങ്ങാൻ ഇടയ്ക്ക് BJP ശ്രമിക്കുമ്പോഴെല്ലാം ആ BJPയുമായി ഇടഞ്ഞ് നേരെ നിതീഷ് കുമാർ മറുകണ്ഠം ചാടുകയും മറുകണ്ഠത്ത് അവിടെ മുഖ്യമന്ത്രിയാവുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. ആ സമയത്താണ് കഴിഞ്ഞ തവണ ചിരാഗ് പാസ്വാന്റെ പാർട്ടി, രാംവിലാസ് പാസ്വാൻ നയിച്ചുകൊണ്ടിരുന്ന പാർട്ടിയെ അവർ പ്രത്യേകമായി മത്സരിപ്പിക്കുന്നു. അത് പ്രധാനമായും ഈ JDU മത്സരിച്ച സീറ്റുകളിലെല്ലാമാണ് മത്സരിച്ചത്. അവിടെ ദളിത് വോട്ടുകളിൽ പാസ്വാൻ വിഭാഗത്തിനടക്കമുള്ള ദളിത് വോട്ടുകൾ വലിയ ചോർച്ച ഉണ്ടാകുന്നു. അതായത് കേവലം 15.42% വോട്ടുകൾ മാത്രം നേടിയ ഒരു പാർട്ടി അധികാരത്തിന് നേതൃത്വം നൽകി, അല്ലേ? അതെ, ആകെ ഉള്ളതിൽ 15% മാത്രം വോട്ട് നേടി 42% മാത്രം വോട്ട് നേടിയ പാർട്ടിയുടെ നേതാവായ നിതീഷ് കുമാറാണ് അവിടെ മുഖ്യമന്ത്രിയായിരുന്നത്. നമുക്ക് ആകെ മറ്റു പാർട്ടികളുടെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ മഹാഗഡ്ബന്ധനിലൊക്കെ വോട്ട് നേടിയ 22% വോട്ടാണ് നേടിയത് RJD. അവിടുത്തെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി ഏറ്റവും കൂടുതൽ വോട്ട് വാങ്ങിയത് RJD ആണെന്ന് ആലോചിക്കണം. RJD 22% വോട്ട് വാങ്ങുന്ന RJD പ്രതിപക്ഷത്തിരിക്കുന്നു. BJP ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും ഇരുന്നു. അപ്പോഴെല്ലാം മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്നത് നിതീഷ് കുമാർ തന്നെയാണ്. അതിന് നമ്മൾ പറഞ്ഞ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. നിതീഷ് കുമാർ ആദ്യമായിട്ടാണ് ബീഹാറിനെ സംബന്ധിച്ച് മറ്റെന്തിനും അപ്പുറത്തേക്ക് ഒരു ജാതി രാഷ്ട്രീയത്തിൻ്റെ പൊളിറ്റിക്സ് കൂടിയുണ്ട്. ഒരു കാലത്ത് സോഷ്യലിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ വലിയ മുന്നേറ്റമുണ്ടായ സ്ഥലമാണെങ്കിൽ പിന്നീട് ഏകദേശം ഒരു നൂറ്റാണ്ട് മുമ്പാണ് ബീഹാറിലെ മഗധയിലൊക്കെ ത്രിവേണി സംഘം എന്ന പേരിൽ പ്രധാനപ്പെട്ട 3 പിന്നാക്ക ജാതി വിഭാഗങ്ങൾ ചേർന്നുകൊണ്ട് ഈ ജാതീയമായ സംഘർഷത്തിൽ അങ്ങനെ ഒരു ഐക്യമുണ്ടാകുന്നു. ഈ ഐക്യം അവിടുത്തെ അപ്പർ കാസ്റ്റ് വിഭാഗം, അവിടുത്തെ ഏകദേശം 15% മാത്രമാണ് ഈ അപ്പർ കാസ്റ്റിന് ആകെ ഉള്ളത് എന്നതുകൂടി ആലോചിക്കണം. 15.52% മാത്രമാണ്.
അവിടെ OBC 27.13%. എക്സ്ട്രീംലി ബാക്ക്വേർഡ് കാസ്റ്റ് എന്ന് പറയുന്നത് ഈ OBCയിലെയും മുസ്ലിം വിഭാഗത്തിലെല്ലാം പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളെല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് നിതീഷ് കുമാർ രൂപപ്പെടുത്തിയ പ്രത്യേകം ഒരു രാഷ്ട്രീയ സഖ്യമാണ്. OBCയിൽ തന്നെ ഭിന്നിപ്പുണ്ടാക്കുക, മുസ്ലിം വിഭാഗത്തിൽ തന്നെ ഭിന്നിപ്പുണ്ടാക്കുക. ലാലുവിൻ്റെ വോട്ട് ബാങ്ക് അങ്ങനെയാണ് ഭിന്നിപ്പിച്ചത്. അത് ഏകദേശം 36.03% വരും. അതിനോടൊപ്പം തന്നെ മുസ്ലിമിൽ ഒരു വിഭാഗം കൂടി ചേരുമ്പോൾ 17% മുസ്ലിം വോട്ട് വരുന്നത്. മുസ്ലിം വോട്ടിലെ ഭഗൽപൂർ കലാപത്തെ തുടർന്ന് അവിടെ 2 മാസത്തിനിടയിൽ 1000-ഓളം അധികം ആളുകൾ മരിച്ച ഹിന്ദു മുസ്ലിം കലാപമായിരുന്നു. ആ കലാപത്തോടു കൂടിയാണ് മുസ്ലിങ്ങളുടെ ഒരു നേതാവായി കൂടി, അനിഷേധ്യ നേതാവായി കൂടി ലാലു മാറുന്നത്. പിന്നീട് അതിലെ എക്സ്ട്രീംലി ബാക്ക്വേർഡായി നിൽക്കുന്ന ഈ നമ്മുടെ നാട്ടിലെ മുസ്ലിം വിഭാഗത്തെ അല്ലെങ്കിൽ OBC വിഭാഗത്തെ പോലെയല്ല, ഒരേ വിഭാഗത്തിൽ തന്നെ പെടുന്ന OBCക്കാരായിരിക്കും. പക്ഷേ അതിൽ തന്നെ ഏറെ പിന്നാക്കം നിൽക്കുന്ന ഒട്ടേറെ ജാതി വിഭാഗങ്ങളൊക്കെ ഉണ്ട്. തേളി, മല്ല, ധനൂക്ക്, നോനിയ, ചന്ദ്രവംശി ഒക്കെ പറയുന്ന അങ്ങനെ കുറേയേറെ വിഭാഗങ്ങളൊക്കെ ഉണ്ട്. ഈ വിഭാഗങ്ങളെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് സമർത്ഥമായി ഈ 36% വരുന്ന ആളുകളെ കൂട്ടിയോജിപ്പിക്കുന്നു. പ്ലസ് മുസ്ലിമിലെ ഒരു പകുതി ആളുകളോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു 1/3 ആളുകളെ കൂട്ടിയോജിപ്പിക്കുന്നു. അതേ പ്ലസ് എന്നാലും ജയിക്കാൻ കഴിയില്ല, ഒരു 50% മേളിലേക്ക് എത്തിക്കാൻ കഴിയില്ല. അവിടെയാണ് BJP സഖ്യം എന്ന് പറയുന്നത്. BJP സഖ്യത്തിന് ഈ 15% വരുന്ന അപ്പർ കാസ്റ്റ് വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെല്ലാം, അത് പ്രധാനമായി ആ ഭൂമിക, രജുപുത്ത്, ബ്രാഹ്മൺ, കായസ്ഥ തുടങ്ങിയ പ്രധാനപ്പെട്ട 4 അപ്പർ കാസ്റ്റ് സമൂഹം. ഈ അപ്പർ കാസ്റ്റ് സമൂഹത്തിനിടയിൽ ഒരു കാലത്ത് കോൺഗ്രസിനായിരുന്നു വലിയ സ്വാധീനം ഉണ്ടായിരുന്നത്. മുസ്ലിം അപ്പർ കാസ്റ്റ് പ്ലസ് മുസ്ലിം ആയിരുന്നു കോൺഗ്രസിൻ്റെ ശക്തി. അവിടെ നിന്ന് അപ്പർ കാസ്റ്റിലെ വിഭാഗങ്ങൾ BJPയിലേക്ക് പോകുന്നു, മുസ്ലിം വോട്ടുകൾ ലാലു പ്രസാദ് യാദവിലേക്ക് പോകുന്നു. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ബീഹാറിലെ ഒരു ശക്തിയൊക്കെ താഴ്ന്നു പോവുകയും ഒക്കെ ചെയ്യുന്നത്. ഇതേ ജാതി സമവാക്യം തന്നെയാണ് ഇപ്പോഴും അതിസമർത്ഥമായി 20 വർഷത്തിന് ശേഷവും എങ്ങനെയാണോ 2005-ൽ സമർത്ഥമായി വിജയിപ്പിച്ചത്, അതേ സമവാക്യം തന്നെയാണ് ഇപ്പോൾ 2025-ലും നിതീഷ് കുമാർ പ്രയോഗിക്കുന്നത് എന്നതുകൂടിയുണ്ട്. തീർച്ചയായും തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ എന്നത് മലയാളത്തിലെ കവിതയാണ്. എങ്കിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ബീഹാറിലെ ജാതി രാഷ്ട്രീയം അത്രമേൽ വെറുപിടിച്ച ജാതി രാഷ്ട്രീയമായിരുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലും ജാതി രാഷ്ട്രീയം ഇപ്പോഴും നിർണായകമാകുന്നത്. പക്ഷേ മനു, ഈ തെരഞ്ഞെടുപ്പിൽ ജാതി സമവാക്യങ്ങൾ മാത്രമല്ലല്ലോ, മറ്റു ചില പരീക്ഷണങ്ങൾ കൂടി. ഇപ്പോൾ ഡൽഹിയിലെ AAPയുടെ ഉദയം പിന്നീട് തോൽവിയിലേക്ക് പോയി. പക്ഷേ പഞ്ചാബിൽ അവർ ഇപ്പോഴും അധികാരത്തിലിരിക്കുന്നു. നിരവധി രാഷ്ട്രീയ പോരാട്ടങ്ങളിൽ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പ് തന്ത്രം പറഞ്ഞു നൽകിയ പ്രശാന്ത് കിഷോറിന്റെ പാർട്ടി ഇത്തവണ ബീഹാറിൽ മാറ്റൊരുക്കുകയാണ്. പക്ഷേ പ്രതീക്ഷിക്കുന്ന പോലൊരു നേട്ടം കൊയ്യാൻ പ്രശാന്ത് കിഷോറിന് സാധിക്കില്ല എന്ന് പൊതുവെ വിലയിരുത്തുന്നുണ്ട്. ആരുടെ വോട്ട് കട്ടറാകും എന്നതാണല്ലോ ജൻസുരാജ് പാർട്ടിയെക്കുറിച്ച് ഇത്തവണ എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഒപ്പം 2ാം ഘട്ടത്തിൽ പോളിംഗ് നടന്ന സീമാഞ്ചൽ പോലെയുള്ള മേഖലകളിൽ അവിടെ ഒവൈസിയുടെ വോട്ട്, ഒവൈസി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 5 സീറ്റുകൾ നേടിയിരുന്നു. ആ ഒവൈസി മത്സരിക്കുന്നത് BJPയുടെ B ടീമായാണ് എന്ന് പല രാഷ്ട്രീയ എതിരാളികളും പറയാറുണ്ട്. പക്ഷേ ഈ 2 പാർട്ടികൾ അല്ലെങ്കിൽ ഈ 2 നീക്കങ്ങൾ അത് ഏത് തരത്തിലായിരിക്കും സ്വാധീനിക്കുക എന്നാണ് പൊതുവെ വിലയിരുത്തുന്നത് മനു? ഇതിൽ അഭിലാഷ് വളരെ സത്യസന്ധമായി പറയുകയാണെങ്കിൽ ജൻസ്വരാജ് പാർട്ടിക്ക് കാര്യമായ ഒരു ചലനം ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇത് തുടക്കത്തിലൊക്കെ മാധ്യമങ്ങളിലൊക്കെ ഇദ്ദേഹം നിറഞ്ഞു നിന്നു, പെട്ടെന്ന് ഈസിലി ആക്സസബിളായ ഒരു നേതാവാണ്. അതുകൊണ്ട് ആളുകളുടെ ബൈറ്റൊക്കെ ധാരാളം അദ്ദേഹം എടുത്തു കാണും. പക്ഷേ ബീഹാർ കണ്ടത് താരപ്രചാരണത്തിൻ്റെ ഒരു നീണ്ട നിരയാണ്. അമിത്ഷാ വരുന്നു, നരേന്ദ്രമോദി വരുന്നു, യോഗി ആദിത്യനാഥ് വരുന്നു, ഡൽഹി മുഖ്യമന്ത്രി രേഖാജി വരുന്നു, അതുപോലെ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നേതാക്കൾ വരുന്നു. അങ്ങനെ ബീഹാറിൽ ഒരു റോഡ് ഷോകളുടെയൊക്കെ ഒരു വലിയ താരപ്രചാര നിര അപ്പുറത്ത്. രാഹുൽ ഗാന്ധി അവിടെ വലിയ തോതിൽ പ്രചാരണം നടത്തുന്നു. അതിനിടയിൽ ഈ ആളുകൾ അവിടെ പൊതുവേ ഈ അവസാന ഘട്ടമാകുമ്പോഴേക്കും ജൻസ്വരാജിനെ മറന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ മറന്നില്ലെങ്കിലും അത് ജൻസ്വരാജ് ഒരുപക്ഷെ കട്ട് ചെയ്യാൻ പോകുന്ന വോട്ടുകൾ അത് NDA ക്യാമ്പിൽ നിന്നാകില്ല എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ കോശി സീമാഞ്ചൽ മേഖലയിലുള്ള വലിയ തോതിലുള്ള ഈ മുസ്ലിം പോപ്പുലേഷൻ്റെ വോട്ട് എങ്ങനെ AMIM നേടും എന്നതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ കിഷൻഗഞ്ച് അല്ലെങ്കിൽ കരിബാർ തുടങ്ങിയ മേഖലകളിൽ, പൂർണിയ തുടങ്ങിയ മേഖലകളിലൊക്കെ വലിയ തോതിലുള്ള മുസ്ലിം പോപ്പുലേഷൻ ഉണ്ട്, മതേപുര. അപ്പോൾ ഇവർക്ക് അവിടെ കൂടുതൽ വിശ്വസനീയമായ ഒരാളായി AMIM മാറുന്നു. എത്രയൊക്കെ തന്നെ പറഞ്ഞാലും അവിടെ ഇത് വോട്ട് കട്ടറാണ് അല്ലെങ്കിൽ BJP ജയിപ്പിക്കുന്നതാണ്, B ടീമാണ് എന്നൊക്കെ പറയുമ്പോഴും ഒരു നേതൃത്വം എന്ന നിലയിൽ ഈ 5 മണ്ഡലങ്ങളിൽ ഒറ്റയ്ക്ക് പോയി നിന്ന് മത്സരിച്ച് ജയിക്കാൻ കഴിയുന്നൊരു ശക്തിയാണ് ആ MIM അവിടെ വരുമ്പോൾ
അത് ഇപ്പോഴും ആ വിശ്വാസം അവരിൽ ഉണ്ട് എന്നത് ഒരു വശത്ത് നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങളെടുത്താൽ മുസ്ലിം വിഭാഗത്തിന് വലിയ ശക്തിയുള്ള പല മണ്ഡലങ്ങളിലും BJPക്ക് പുറകോട്ട് പോകുന്നൊരു സാഹചര്യമില്ല. മൂന്നാമത്തെ ഒരു ഫാക്ടർ വന്ന് ഈ കോൺഗ്രസിൻ്റെ ഒരു പതനം. ഇപ്പോൾ ഈ ബീഹാർ ഇലക്ഷനിൽ ഇത് ഫോൾ ഓഫ് ലാലു ആണോ ഫോൾ ഓഫ് കോൺഗ്രസ് ആണോ എന്നതാണ് പ്രധാനമായി നോക്കുന്നത്. കാരണം ലാലുവിനെ ഇതൊക്കെ പറയുമ്പോഴും ഒരു പ്രചരണ യോഗത്തിന് കൊണ്ടുപോകാൻ തേജസ്വി തയ്യാറായിട്ടില്ല. പലയിടത്തും ലാലു ഒറ്റയ്ക്ക് പോയി അദ്ദേഹത്തിൻ്റെ ആളുകൾക്ക് വേണ്ടി പ്രചരണം നടത്തുന്ന രീതിയൊക്കെയാണ് പ്രധാനമായും നമ്മൾ കണ്ടത്. ഈ വോട്ടറധികാർ യാത്ര നടത്തുന്നതിനിടയിൽ രാഹുൽ ഗാന്ധിയും അതുപോലെ തേജസ്വിയുടെയും ആളുകൾ തമ്മിൽ തർക്കിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടായി. വോട്ടറധികാർ യാത്ര കഴിഞ്ഞ് പിന്നീട് കോൺഗ്രസ് നേതാക്കൾ ആ വഴി വന്നില്ല. അവർ പിന്നെ ചാത് പൂജ കഴിഞ്ഞതിന് ശേഷമാണ് വിദേശ പര്യടനമൊക്കെ കഴിഞ്ഞ് രാഹുൽ ഗാന്ധി മടങ്ങിയത്. ഇത് അവിടെ കോൺഗ്രസിനിടയിൽ വലിയ ഒരു കുഴപ്പമുണ്ടാക്കുകയും നേതാക്കൾ ഇത് ഹൈക്കമാൻഡും അവിടുത്തെ സാധാരണ ജനങ്ങളുമായിട്ടുള്ള ബന്ധം പോലും തകർന്നോ എന്നൊക്കെ തരത്തിൽ ചോദിക്കുന്ന ഒരു വിഷയമുണ്ടായി. സ്ഥാനാർത്ഥിത്വത്തിലുള്ള തർക്കമുണ്ടായി. ഒരു മുന്നണി എന്ന നിലയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. പക്ഷേ BJPക്ക് അത് വലിയ വിട്ടുവീഴ്ചകൾ ചെയ്ത് അവർ JDUവിനെ വിശ്വാസത്തിലെടുത്ത് തങ്ങൾ ഒറ്റക്കെട്ടാണ് എന്ന് വോട്ടർമാരെ ബോധ്യപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞു. അതേസമയം കോൺഗ്രസ് മറുവശത്ത് RJDയുമായി ചേർന്ന് എങ്ങനെ മുന്നോട്ട് പോകും എന്നതിൻ്റെ ആശയക്കുഴപ്പം അവിടെ കാണുകയാണ്. അപ്പോൾ കോൺഗ്രസ്സിന് മറുവശത്തിന് NDAക്കുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ അവിടെ ഈക്വലി പെർഫോമിംഗ് ആയ രണ്ട് വലിയ ശക്തികൾ നിൽക്കുമ്പോൾ ഈ മറുവശത്ത് RJD മാത്രമാണ്. കോൺഗ്രസ് 19 സീറ്റാണ് നിന്ന് ഇനി എത്ര ഒരു താഴോട്ട് വീഴും എന്ന അതാണ് എക്സിറ്റ് പോളുകളിലും അത്ര വലിയ ശുഭസൂചനയൊന്നുമല്ല കോൺഗ്രസിന് ഇപ്പോഴും ഉള്ളത്. അവിടെയും കോൺഗ്രസിന്റെ ഭാവിയും വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ബീഹാറിൽ ഒരു മുഖമായി തേജസ്വി യാദവിനെ ഉയർത്തി കാണിക്കുമ്പോൾ വോട്ടുകൊള്ള പോലെയുള്ള ഗൗരവമായ ആരോപണങ്ങൾ രാജ്യത്തെ പോലും പിടിച്ചുലച്ചിരുന്നു എന്നത് വസ്തുത തന്നെയാണ്. രാഹുൽ ഗാന്ധിക്ക് കൂടുതൽ സ്വീകാര്യത ലഭിച്ചിട്ടുണ്ടോ ബീഹാറിൽ? കിരണിലേക്ക് പോകാം ഇടവേളയ്ക്ക് ശേഷം. ബീഹാറിൽ പെട്ടി പൊട്ടിക്കാൻ ഒരുങ്ങുമ്പോൾ അത് മുന്നണികളുടെ മാത്രമല്ല ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കളുടെ നെഞ്ചിടിപ്പ് ഉയർത്തുന്നു എന്നതിൽ സംശയമില്ല. പ്രത്യേകിച്ച് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് നിർണായകമാകുന്നു എന്നത് മാത്രവുമല്ല, ബീഹാറിൽ മറ്റ് ചെറു പാർട്ടികൾക്കടക്കം വളർച്ചയുടെ ഘട്ടമുണ്ടോ എന്നതിൻ്റെ പരീക്ഷണശാല കൂടിയായി ഈ തെരഞ്ഞെടുപ്പ് മാറുന്നുണ്ട്. ജാതി സമവാക്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടത് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഇനി കോൺഗ്രസിൻ്റെ പ്രതീക്ഷകൾ എങ്ങനെയെന്നതാണ് പരിശോധിക്കുന്നത്. കിരൺ, 90കൾ വരെ, അതായത് ലാലുവിൻ്റെ ഒരു അപ്രമാദിത്വത്തിന് തൊട്ടു മുമ്പ് വരെ ബീഹാറിൻ്റെ അധികാര ഘടനയെ നിശ്ചയിച്ചിരുന്നത് പലപ്പോഴും കോൺഗ്രസ് ആയിരുന്നു എന്ന് നമുക്കറിയാമല്ലോ. പക്ഷേ 2020-ൽ 72 സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസിന് 19 സീറ്റുകളിലേക്ക് ചുരുങ്ങേണ്ടി വന്നു. ഒരു പക്ഷേ കോൺഗ്രസ് നില മെച്ചപ്പെടുത്തിയിരുന്നുവെങ്കിൽ അനായാസം അധികാരത്തിലേറാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു മുന്നണി സംവിധാനത്തിന്. ഇത്തവണ ഇതാ 60-ലേറെ സീറ്റുകളിൽ, അല്ലേ, 62 സീറ്റുകളിൽ ആണ് ഇത്തവണ മത്സരിക്കുന്നത് എന്നത് എടുത്തു പറയേണ്ടതാണല്ലോ. അപ്പോഴും ഈ മഹാസഖ്യത്തിനകത്ത് തന്നെ ചില സൗഹൃദ മത്സരങ്ങളുണ്ടല്ലോ 12 സീറ്റുകളിൽ. അക്കാര്യം മനു സൂചിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഇത്തരം ഈ മഹാസഖ്യത്തിൻ്റെ ഐക്യത്തിനിടയിലും ഉണ്ടാകുന്ന സൗഹൃദ മത്സരം, ഒപ്പം RJDക്ക് പിന്നിൽ എങ്കിലും കൃത്യമായൊരു കരുത്തോടുകൂടി ഇത്തവണ നിലയുറപ്പിക്കാൻ കോൺഗ്രസിനാകുമോ എന്ന സംശയം. അഭിലാഷ്, ആ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് നേരത്തെ വോട്ട് കട്ടറാവുന്നതിൻ്റെ ചില കണക്കുകൾ കൂടി നമ്മുടെ മാജിക് വാളിലുണ്ട്. അതുകൂടി കുറച്ചുകൂടി പ്രേക്ഷകർക്കും ബോധ്യമാകുന്ന ഒരു കണക്കിലേക്ക് നമുക്കൊന്ന് പെട്ടെന്ന് പോയിട്ട് വരാം. ഇത് കഴിഞ്ഞ തവണത്തെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ 0.21% വ്യത്യാസമാണ് രണ്ട് മുന്നണികൾ തമ്മിലുള്ളത്. നമുക്ക് ഒരു മേഖല, ഒരു വോട്ട് കട്ടറായി ഏറ്റവും പ്രധാനമായി നേരത്തെ അഭിലാഷ് ചൂണ്ടിക്കാണിച്ചത് ഈ ഒവൈസിയുടെ AMIMൻ്റെ സാന്നിധ്യമാണ്. കഴിഞ്ഞ തവണത്തെ ഒരു റീജിയൻ തിരിച്ചു നോക്കിയാൽ സീമാഞ്ചൽ മേഖലയാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഒരു മേഖല. സീമാഞ്ചൽ മേഖലയിൽ മുസ്ലിം പോപ്പുലേഷൻ വളരെ കൂടിയ ഒരു മേഖലയാണ്. ഇവിടെ NDAക്ക് 22 സീറ്റ് കിട്ടിയപ്പോൾ മഹാഗഡ്ബന്ധിന് കഴിഞ്ഞ തവണ 10 സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ തവണ ഈ ഇലക്ഷനിൽ മഹാഗഡ്ബന്ധിനെ പരാജയപ്പെടുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഒവൈസി ജയിച്ച 5 സീറ്റുകൾ മാത്രമല്ല, ഒവൈസി മത്സരിച്ച സീറ്റുകൾ ഒവൈസി നേടിയ മുസ്ലിം പോപ്പുലേഷൻ ഏറിയ സ്ഥലങ്ങളിൽ 40%, 44%, 45% ഒക്കെ ഉള്ള മേഖലകളുണ്ട് ഈ സീമാഞ്ചൽ മേഖലയിൽ. ആ മേഖലയിലേക്കാണ് ഒവൈസിയുടെ വലിയ കടന്നുകയറ്റം ഉണ്ടായത്. അവിടെ ഒവൈസിയുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ പല സ്ഥലത്തും 5 എടുത്ത് ജയിക്കുന്നു, മറ്റു പല സ്ഥലത്തും 20,000 വോട്ടും 30,000 വോട്ടും ഒക്കെ ഈ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ നേടുന്ന വോട്ടിലേക്ക് അവർ എത്തുന്നു എന്നുള്ളൊരു രാഷ്ട്രീയം കൂടിയുണ്ട്. ബീഹാറിലെ പൊതുവെ മുസ്ലിം
നേതാക്കൾ പറയുന്നതിനേക്കാൾ അഗ്രസീവായി കാര്യങ്ങൾ സംസാരിക്കുകയും അവർ കടുത്ത ബി ജെ പി വിരുദ്ധതയൊക്കെ പറയുകയും ഒക്കെ ചെയ്ത മുസ്ലിം വിഭാഗത്തിനിടയിൽ, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിലെ തന്നെ മഹാഭൂരിപക്ഷം വരുന്ന പിന്നാക്കം നിൽക്കുന്ന, വിദ്യാഭ്യാസപരമായി പിന്നാക്കം നിൽക്കുന്ന, സാമൂഹ്യമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമൊക്കെ ഉള്ള നേതാവായിരുന്നു ഒവൈസി. ഈ കഴിഞ്ഞ തവണയും അതിന് മുമ്പിൽ 2 തെരഞ്ഞെടുപ്പുകളിലും ഒവൈസിക്ക് 5 MLA-മാർ വീതമുണ്ടായിരുന്നു. കഴിഞ്ഞ തവണ 5 MLA-മാർ മറ്റു പാർട്ടികളിലേക്ക് പോയി എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. പക്ഷേ ഇവർ വോട്ട് കട്ടറായി നന്നായി പ്രവർത്തിച്ചു. അതുകൊണ്ടാണ് ഈ സീമാഞ്ചൽ മേഖലയിൽ മറിച്ചുണ്ടാവേണ്ട ഒരു റിസൾട്ടാണ്. അവിടെ യഥാർത്ഥത്തിൽ അവിടുത്തെ ഒരു ജാതി സമവാക്യമെല്ലാം വെച്ചാണെങ്കിൽ അവിടുത്തെ മുസ്ലിം വോട്ടിൻ്റെ ഒരു നല്ല ശതമാനം ഈ ലാലു പ്രസാദ് യാദവിനോ അല്ലെങ്കിൽ RJDക്കും കോൺഗ്രസിനും ലഭിച്ചിരുന്നെങ്കിൽ, സാധാരണഗതിയിൽ തന്നെ ബീഹാർ രാഷ്ട്രീയത്തിൽ മുസ്ലിം വോട്ടിൻ്റെ ഏറ്റവും കൂടുതൽ ഇപ്പോഴും സ്വാധീനമുള്ളത് RJDക്കാണ്. അത് കഴിഞ്ഞാൽ അത് JDUവിനും കോൺഗ്രസിനും ഒക്കെയാണ്. അങ്ങനെയാണ് ഒരു BJPക്ക് എന്തായാലും ആ തരത്തിൽ ഒരു മുസ്ലിം രാഷ്ട്രീയം. അല്ല, അവിടെ അതാണല്ലോ കിരൺ, വളരെ കൃത്യമായ ഒരു തന്ത്രത്തിലേക്ക് BJP പോയത്. ഒരൊറ്റ സ്ഥാനാർത്ഥിയെ പോലും മുസ്ലിം സമുദായത്തിൽ നിന്ന് BJP നിർത്തിയിട്ടില്ല. മുന്നണിക്കകത്ത് ആകെയുള്ളത് 7 മുസ്ലിം സ്ഥാനാർത്ഥികളാണ് എന്ന് പറയുമ്പോൾ മറുഭാഗത്ത് കൃത്യമായ ഹിന്ദുത്വ ഏകീകരണം തന്നെയല്ലേ ലക്ഷ്യം വെക്കുന്നത്? അത് തന്നെ, ഹിന്ദുത്വ ഏകീകരണം മാത്രമല്ല ലക്ഷ്യം. ഒരു ഭാഗത്ത് ഹിന്ദുത്വ ഏകീകരണം, ഈ പറയുന്നത് പോലെ 83% വരുന്നത് ആകെ ഹിന്ദുക്കളാണ്. ആ ഹിന്ദുത്വ ഏകീകരണം ഒരു ഭാഗത്ത് ലക്ഷ്യം വെക്കുന്നു. മറുഭാഗത്ത് ഈ 17% വരുന്ന മുസ്ലിം വോട്ട് നിർണായകമായ ചില മുസ്ലിം കോൺസെൻട്രേറ്റഡ് മണ്ഡലങ്ങളുണ്ട്. അത് ഏറ്റവും പ്രധാനം ഈ സീമാഞ്ചൽ മേഖല തന്നെയാണ്. ഈ സീമാഞ്ചൽ മേഖലയിലടക്കം അവിടെ മുസ്ലിം വോട്ടർ കട്ടറായിട്ട് ഈ ഒവൈസിയെ കൃത്യമായി ഉപയോഗിക്കുന്നു. അപ്പോൾ മുസ്ലിം വോട്ടർ ഉണ്ടെങ്കിൽ അത് പപ്പാതിയായി പോകുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ചില സ്ഥലത്ത് വോട്ട് കട്ട് ചെയ്യുന്ന മേജർ പങ്കും ഈ ഒവൈസിയുടെ പാർട്ടിയിലേക്ക് പോകുന്ന ഒരവസ്ഥ. അങ്ങനെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അവിടെ RJDയുടെയോ കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ മഹാഗഠബന്ധൻ്റെ സ്ഥാനാർത്ഥി പരാജയപ്പെടുന്നൊരവസ്ഥ ഉണ്ടാകും. അതുതന്നെ ഇത്തവണയും ഒവൈസിയുടെ വിശ്വാസ്യതയിലൊക്കെ വലിയ ഇടിവുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ തവണ ജയിച്ച MLA-മാരൊക്കെ പാർട്ടി വിട്ടു പോയതും അല്ലെങ്കിൽ അതുവരെ എടുത്ത നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി ഒവൈസി പല സംസ്ഥാനങ്ങളിലും ഇതുപോലെ BJPക്ക് വേണ്ടി മത്സരിക്കുന്നു. ഒവൈസി അഗ്രസീവായി സംസാരിക്കുന്നു, BJPക്കെതിരെ സംസാരിക്കുന്നു. പക്ഷേ ഒവൈസിക്കെതിരെ കേസ് വരുന്നില്ല. അതിനേക്കാൾ വളരെ ദുർബലമായി തന്നെ വരുന്ന ആളുകൾക്കെതിരെയൊക്കെ BJP സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കേസ് വരുന്നു. ഇങ്ങനെയുള്ള പല കാരണങ്ങളാൽ ഒവൈസിക്ക് പഴയ ശേഷിയില്ല എന്ന് പറയപ്പെടുന്നു. പക്ഷേ അതൊക്കെ ഈ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നമുക്കറിയാം അത് എത്രത്തോളം ശേഷി ഉണ്ടായിരുന്നു. രണ്ടാമത് പറഞ്ഞത് ഈ ജൻ സുരാജ് പാർട്ടിയുടെ തന്നെയാണ്. ജൻ സുരാജ് പാർട്ടി വലിയ തോതിൽ ചെറുപ്പക്കാരുടെയൊക്കെ ഒരു പിന്തുണ അല്ലെങ്കിൽ ആ തരത്തിലെ ആശയങ്ങളുടെ പിന്തുണ തേജസ്വി യാദവിനും കോൺഗ്രസിനും ഉണ്ടെങ്കിൽ ആ പിന്തുണയിൽ വലിയൊരു ശതമാനം, ഈ ഒരു വോട്ടിൻ്റെ ഒരു നിശ്ചിത ശതമാനമെങ്കിലും ഈ ജൻ സുരാജ് പാർട്ടി പ്രശാന്ത് കിഷോർ കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. കാരണം പ്രശാന്ത് കിഷോർ ആയാലും ഭരണവിരുദ്ധ വികാരമാണ് പ്രശാന്ത് കിഷോറിന് വോട്ടായി മാറേണ്ടത്. ഭരണവിരുദ്ധ വികാരം തന്നെയാണ് RJDക്കും കോൺഗ്രസിനും ഒക്കെ വോട്ടായി മാറേണ്ടത്. ആ ഭരണവിരുദ്ധ വികാരത്തിൽ 1% വോട്ട് ഈ ജൻസുരാജ് പാർട്ടി കട്ട് ചെയ്യുന്നു. മറ്റൊരു ശതമാനം മുസ്ലിം വിഭാഗത്തിൻ്റെ വോട്ടിൽ നല്ലൊരു ശതമാനം ഒവൈസിയുടെ പാർട്ടി കട്ട് ചെയ്യുന്നു. ഇതുതന്നെയാണ് ഇപ്പോഴും മഹാഗഠബന്ധനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയായി തന്നെ നിൽക്കുന്നത്. ഇനി അഭിലാഷ് ചോദിച്ച കോൺഗ്രസിൻ്റെ ചോദ്യത്തിലേക്ക് വന്നാൽ, ഒരു കാലത്ത് കോൺഗ്രസ് ആയിരുന്നു അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി. അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന പാർട്ടി കോൺഗ്രസ് ആയിരുന്നു. 90കളിലൊക്കെ വലിയ സോഷ്യലിസ്റ്റ് മൂവ്മെൻറ്റ്, അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം വരുന്ന സോഷ്യലിസ്റ്റ് മൂവ്മെൻറ്റ്, JP മൂവ്മെൻറ്റ്, അതിനോടൊപ്പം കർപ്പൂരി താക്കൂറിനെ പോലെ ഉള്ള പ്രധാനപ്പെട്ട നേതാക്കൾ, രാംമനോഹർ ലോഹിയെ പോലുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ, ആ ഒരു മൂവ്മെൻ്റ് ഭാഗമായി ഈ അപ്പർ കാസ്റ്റ് വിഭാഗവും ലോവർ കാസ്റ്റ് വിഭാഗങ്ങളും OBCയും തമ്മിലുള്ള വലിയ തർക്കങ്ങളൊക്കെ രൂപപ്പെടുന്നു. ആ തർക്കങ്ങളിൽ പിന്നാക്ക വിഭാഗങ്ങളെ നേതാക്കളായിരുന്നില്ല. അതുവരെ വന്ന മുഖ്യമന്ത്രിമാരെ കണക്കെടുത്താൽ, മന്ത്രിമാരെ കണക്കെടുത്താൽ അതിൻ്റെ മേജർ പങ്കും നമ്മൾ ആലോചിക്കണം 15% മാത്രം വരുന്ന അപ്പർ കാസ്റ്റിൽ നിന്നുള്ളവരായിരുന്നു. 50%-ലേറെ വരുന്ന കോൺഗ്രസിൻ്റെ നേതാക്കൾ അവിടെ OBC വിഭാഗത്തിന് പിന്തുണ കിട്ടിയില്ല എന്നൊരു രാഷ്ട്രീയമായി അവർ ഭിന്നിക്കുന്നു. അത്തരം കാര്യങ്ങളൊക്കെ വന്നതോടുകൂടിയാണ് കോൺഗ്രസിൻ്റെ ശക്തി കുറഞ്ഞത്. പ്രത്യേകിച്ച് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടുകളൊക്കെ വന്നതോടുകൂടി അതിൻ്റെ ഒരു ചാമ്പ്യന്മാരായി ഈ ഭാഗത്ത് ലാലു പ്രസാദ് യാദവും നിതീഷ് കുമാറും ഒക്കെ അന്ന് ഒരു പാർട്ടിയിൽ നിൽക്കുന്ന സമയമാണെന്ന് ആലോചിക്കണം. ഇവരെല്ലാവരും അതിൻ്റെ ഒരു ചാമ്പ്യന്മാരായി വരുന്നു. അങ്ങനെ കോൺഗ്രസ് പതിയെ ക്ഷയിക്കുന്നു. കോൺഗ്രസിൻ്റെ അപ്പർ കാസ്റ്റ് വോട്ടിൽ വലിയൊരു ഭാഗം BJPയിലേക്ക് പോകുന്നു. കോൺഗ്രസിൻ്റെ മുസ്ലിം വോട്ടിൽ വലിയൊരു ഭാഗം ലാലു പ്രസാദ് യാദവിൻ്റെ RJDയിലേക്ക് പോകുന്നു. അങ്ങനെ ക്ഷയിച്ചാണ് കോൺഗ്രസ് വന്നത്. പിന്നീട് ഇപ്പോൾ പറഞ്ഞതുപോലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളെ പോലെ കോൺഗ്രസിന് പിന്നീട് എടുത്തു കാണിക്കാൻ കഴിയുന്ന ഒരു നേതാവ് ബീഹാറിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനം. ഈ തെരഞ്ഞെടുപ്പിലും ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു നേതാവ് ആരാണ് ബീഹാറിൽ നിന്നുള്ളത് എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഈ തെരഞ്ഞെടുപ്പിലൊന്നും കോൺഗ്രസിന് അങ്ങനെ ഒരു നേതാവില്ല എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇപ്പോഴും ബീഹാറിൽ എല്ലാ സ്ഥലത്തും സ്വാധീനമുള്ള പാർട്ടി തന്നെയാണ് കോൺഗ്രസ്. ഈ 10-14% വോട്ട് മേടിക്കാൻ ശേഷിയുള്ള ഒരു പാർട്ടി തന്നെയാണ് കോൺഗ്രസ്. പക്ഷേ കോൺഗ്രസിന് മുന്നിൽ നിൽക്കാൻ അത്തരത്തിലൊരു നേതാവില്ല. കോൺഗ്രസിൻ്റെ ഉള്ളിലെ പ്രശ്നങ്ങൾ അതിപ്പോഴും തുടരുകയും ഒക്കെ ചെയ്യുന്നുണ്ടെന്നതും കഴിഞ്ഞ തവണ ഭരണം നഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസിന് തങ്ങളുടെ ശക്തി കേന്ദ്രം
കേന്ദ്രങ്ങളിൽ അവരുടെ വോട്ട് ശേഖരിക്കാൻ കഴിഞ്ഞില്ല എന്നത് തന്നെയാണ്. ഇത്തവണയും ഏതെങ്കിലും തരത്തിൽ പരാജയം ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായും പഴി കേൾക്കേണ്ടി വരുന്ന ഒന്നാമത്തെ പാർട്ടി കോൺഗ്രസ് തന്നെ ആയിരിക്കും എന്നതിലും വ്യത്യാസമില്ല. യെസ്, എന്തായാലും ഇത്തരത്തിൽ ബീഹാറിന് മാത്രമല്ല ദേശീയ രാഷ്ട്രീയത്തിലും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. കാരണം രാജ്യത്തിൻ്റെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ബീഹാർ എന്ന് പറയുമ്പോൾ പോലും അത് ഹിന്ദി ഹൃദയ ഭൂമിയുടെ കൂടി ഭാഗമാണ്. മനു, വരുന്ന തെരഞ്ഞെടുപ്പുകൾ, വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ, അതിപ്പോൾ കേരളം മുതൽ ഉള്ള പട്ടികയുണ്ട് എങ്കിൽ പോലും കേന്ദ്രത്തോട് ചേർന്ന് നിൽക്കുന്ന ഡൽഹിയോട്, ഭരണസിരാ കേന്ദ്രമായ ഡൽഹിയോട് ചേർന്ന് നിൽക്കുന്ന സംസ്ഥാനമെന്ന പ്രത്യേകത കൂടിയുണ്ട് ബീഹാറിന്. മാത്രവുമല്ല, മൂന്നാം തവണ BJP അധികാരത്തിലേക്ക് കയറുമ്പോൾ, NDA അധികാരത്തിലേക്ക് കയറുമ്പോൾ അവിടെ പഴയതുപോലെയുള്ള ഒരു പ്രതാപം BJPക്ക് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഉണ്ടായിരുന്നില്ല എന്നതും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ ഈ ഫലം എങ്ങനെ പ്രതിഫലിക്കും? അഭിലാഷ്, ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിനി നമുക്ക് ഒരു വാദത്തിന് മഹാഗഠബന്ധൻ ജയിച്ചു എന്ന് തന്നെ വിചാരിക്കുക. അപ്പോഴും കോൺഗ്രസ് നേതാക്കൾ ആരും കിരൺ സൂചിപ്പിച്ച പോലെ ചിത്രത്തിലില്ല. ഉപമുഖ്യമന്ത്രി പോലും കോൺഗ്രസിൽ നിന്നല്ല. അപ്പോൾ അത്തരത്തിൽ ഒരു സാഹചര്യമാണ് കോൺഗ്രസിന് മുന്നിൽ ഉള്ളത്. ആകെ കോൺഗ്രസ് നേതാക്കളായ ഈ രമേശ് റാമോ അല്ലെങ്കിൽ ഷക്കീൽ അഹമ്മദോ ജയേഷ് മംഗൾ സിംഗോ ഒരുപക്ഷെ അഭിഷേക് രഞ്ജൻ അല്ലെങ്കിൽ വാസി അഹമ്മദ്, ഇതിനപ്പുറത്തേക്കുള്ള ആളുകൾ ജയിക്കുമോ എന്ന സംശയം കോൺഗ്രസ് ക്യാമ്പിൽ തന്നെ നിലനിൽക്കുകയാണ്. അപ്പോൾ വരാനിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ രാജ്യമെമ്പാടും ഈ ഇതുപോലെയുള്ള ഒരു ശക്തിയായി BJPയെ എതിർക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് അവർക്ക് ഇനി എടുത്തു കാണിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഇതിൽ വരുമോ എന്നൊരു ആശങ്കയുണ്ട്. അത് മറികടക്കണമെങ്കിൽ കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു ഇരട്ടി പെർഫോമൻസിലേക്ക് കോൺഗ്രസ്സിന് വരേണ്ടിയിരിക്കുന്നു. അങ്ങനെ വരണമെങ്കിൽ വലിയ തൂത്തുവാരൽ ഈ മഹാഗഠബന്ധൻ നടത്തേണ്ടി വരും. അതിന് എത്രമാത്രം സാധ്യതയുണ്ട് എന്ന് നമുക്കിപ്പോൾ അനുമാനിക്കാനാകില്ല. ഏതായാലും ഈ ജൻസ്വരാജ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ചില ആശങ്കകളുണ്ട്. പുറത്തേക്ക് വലിയ ധാർമ്മികത വിളമ്പുകയും ഒക്കെ ചെയ്യുന്ന ജൻസ്വരാജ് പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ ക്രോർ പ്രതികളാണ്, ചിലർ ക്രിമിനൽ കേസ് പ്രതികളാണ്. അപ്പോൾ ഇതൊക്കെ ആരുടെ വോട്ടാണ് കട്ട് ചെയ്യുക എന്ന് BJPക്ക് ഇത് സുഗമമായി ഇത് മഹാഗഠബന്ധൻ്റെ വോട്ട് കട്ട് ചെയ്യും എന്ന് പറഞ്ഞിരിക്കാനാകില്ല. ക്രോർ പ്രതികളൊക്കെ തെരഞ്ഞെടുപ്പിന് ഇറങ്ങുമ്പോൾ പ്രധാനമായും പൈസ ആയിരിക്കും അവർ പ്രധാനമായും അവിടെ വിതരണം ചെയ്യുക. അതൊക്കെ ഏത് തരത്തിലാണ് വോട്ട് മാറ്റുക എന്നത് പറയാനാകില്ല. പക്ഷേ ഇവിടെ താരപ്രചാരകനായി പ്രധാനമന്ത്രിക്ക് വരാൻ കഴിഞ്ഞു എന്നത് ബീഹാറിൽ ഈ തെരഞ്ഞെടുപ്പ് ജയിച്ചാൽ അത് നരേന്ദ്രമോദിക്ക് തീർച്ചയായും. നരേന്ദ്രമോദി മാത്രമായിരുന്നില്ല, അമിത്ഷാ ഉൾപ്പെടെയുള്ള BJPയുടെ തലമുതിർന്ന നേതാക്കൾ, UP മുഖ്യമന്ത്രിയായ ആദിത്യനാഥിനെ അടക്കം, യോഗി ആദിത്യനാഥിനെ അടക്കം കളത്തിലിറക്കിയെങ്കിൽ മറുഭാഗത്ത് മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും എല്ലാം നയിച്ച കോൺഗ്രസിനെയും നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. 243 സീറ്റുകൾ, 122 എന്ന മാന്ത്രിക സംഖ്യ. ആരെത്തും നോക്കാം.